ഒരു 2 പേരുടെ അകത്ത് വന്നിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാമായിരുന്നു എന്നും പറഞ്ഞ് 2 പേർക്ക് വേണ്ടി കാത്തിരുന്നത് ഓർമ്മയുണ്ട്. ഇന്ന് ഞങ്ങളൊക്കെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഒരു 500-600 പേര് എങ്കിലും ആരാധനയ്ക്ക് ഉണ്ടായിരിക്കും. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ കൂടെ കയറിയിട്ടാണ് ചർച്ചിലോട്ട് കയറേണ്ടത്. സർവീസ് റോഡിലാണ് ഏറ്റവും വലിയ ക്രൗഡെന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാര്യം വാഹനങ്ങളും നടന്നു വരുന്ന ആളുകളുമായി വാഹനങ്ങളുടെ ഏറ്റവും വലിയ ക്രൗഡ് ബാംഗ്ലൂർ ചർച്ചിന് സർവീസ് റോഡിലാണ്. ബാക്കിയുള്ളത് സഹിക്കാം. എല്ലാ തിങ്കളാഴ്ചയും കർണാടകത്തിൻ്റെ പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കും. ഇന്നിടത്ത് ട്രാഫിക് ഇങ്ങനായിരുന്നു. അതിനകത്ത് ഞായറാഴ്ചത്തെ റിപ്പോർട്ടിൽ ബെഥേലേജി ചർച്ച് എന്ന് എടുത്തെഴുതിയിരിക്കും. ബെഥേലേജി ചർച്ചിലെ ക്രൗഡ് കാരണം 10 കിലോമീറ്റർ ദൂരം ട്രാഫിക് മൂവ് ചെയ്തിട്ടില്ല. എല്ലാ തിങ്കളാഴ്ചയും പോലീസിൻ്റെ റിപ്പോർട്ടിൽ കാണും. പോലീസുകാർ എക്സ്ട്രാ സ്ട്രെങ്ത് അവിടെ ഇടാറുണ്ട് ട്രാഫിക് കൺട്രോളിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. സമൃദ്ധി, ആത്മാക്കളുടെ സമൃദ്ധി. ശുശ്രൂഷകന്മാർക്കോ ശുശ്രൂഷകളുടെ സമൃദ്ധി. ഒരാളിന് പ്രസംഗിക്കാൻ കഴിയുമായിരിക്കും, ബൈബിൾ പഠിപ്പിക്കാൻ കഴിയുമായിരിക്കും, പ്രാർത്ഥിപ്പാൻ കഴിയുമായിരിക്കും, രോഗശാന്തിയുടെ വരം കാണും. ശുശ്രൂഷയുടെയും കൃപാവരത്തിൻ്റെയും സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ ദാരിദ്ര്യം ശാപത്തിൻ്റെ ലക്ഷണമാണ്. സംതൃപ്തിയും ഇതുപോലെ തന്നെയാണ്, ലഭിക്കുന്നതിലുള്ള സംതൃപ്തി. ഓരോരുത്തരുടെ സാക്ഷ്യം കേട്ടാൽ പാസ്റ്ററെ ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഒരു ഞായറാഴ്ച വരണം ഒന്ന് ആരാധിക്കാൻ വേണ്ടി. ആരാധിച്ച് പോകുമ്പോഴത്തെ സംതൃപ്തി നിങ്ങൾക്ക് ഈ സഭയിൽ അത് ഉണ്ടാകട്ടെ. ദൈവം എനിക്ക് തന്നു, ദൈവം ഈ സഭയ്ക്കും അത് തരട്ടെ. നമ്മളോട് ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും ദൈവം അത് തരട്ടെ. സംതൃപ്തി. അടുത്തത് ഉൽപ്പാദനശേഷി. ഉൽപ്പാദനശേഷി ഒന്ന് ഇവിടെ എടുത്തു പറയുന്ന കുടുംബങ്ങളുടെ കാര്യമാണ്. നിൻ്റെ ആടുകളുടെ പേര്, മൃഗങ്ങളുടെ പിറപ്പ്, നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ അക്ഷരീക റീപ്രൊഡക്ഷനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളിതൊരു ആത്മീയ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സഭയിലേക്ക് വരുന്ന ആളുകൾ, അതിനകത്തൊന്ന് എഴുന്നേൽക്കുന്ന ശുശ്രൂഷകന്മാർ, ദൈവം തരുന്ന റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഉൽപ്പാദനശേഷി അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അതില്ലായ്മ ശാപത്തിൻ്റെ ഒരു ലക്ഷണമാണ്. എനിക്ക് തിരുവല്ലയിൽ തന്നെ ആരോ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒത്തിരി എന്നെ ത്രട്ടൻ ചെയ്യുകയൊക്കെ ചെയ്തു. ഉൽപ്പാദനശേഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴേ, കുഞ്ഞുങ്ങൾ തീരെ ജനിക്കാതിരിക്കുന്നത് മാതാപിതാക്കൾ, ഞാൻ ആ ഭാഗത്ത് വീണ്ടും വരാം. യുവാക്കൾ, ദമ്പതികൾ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷത്തിനകം, ഡോക്ടർ ഡെറിക് പ്രിൻസ് പറയുന്നത്, ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിരിക്കണം. ആദ്യത്തെ 2 വർഷത്തിനകം ഒന്നാമത്തെ കുഞ്ഞ് ജനിച്ചിട്ടില്ല എങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ശാപമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഡോക്ടർ ഡെറിക് പ്രിൻസിൻ്റെ അഭിപ്രായമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഈ കാലഘട്ടങ്ങളിൽ അല്പം കൂടെ വ്യത്യാസമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് മലയാളി കമ്മ്യൂണിറ്റിയെ പൊതുവെ പഠിച്ചു വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആദ്യത്തെ 3 വർഷത്തിനകം ഒന്നാമത്തെ കുഞ്ഞിനെ കാണുന്നില്ലെങ്കിൽ അത് ശാപത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം, ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ അവിടെ വരും. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം മാതാപിതാക്കൾക്കുള്ള ശാപത്തിൻ്റെ ലക്ഷണമാണ്. ഈ 2 വാക്കുകൾ എടുത്തുകൊണ്ടാണ് ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പ്രതിയാക്കി ഇപ്പം ഞാൻ കേസ് കൊടുക്കും. കാര്യം എന്നാ, ചൈൽഡ് വെൽഫെയർ സെൻറ്ററിൽ കേസ് കൊടുക്കും, ചൈൽഡ് മിനിസ്ട്രിയിൽ കേസ് കൊടുക്കും, ഡിഫൻസ് മിനിസ്ട്രിയിൽ കേസ് കൊടുക്കും, അമിത്ഷായ്ക്ക് കേസ് കൊടുക്കും. നീ പറഞ്ഞു ആ കുഞ്ഞുങ്ങൾ ജനിച്ചില്ലെങ്കിൽ അത് ശാപമാണെന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കാനുള്ള കേസിലൊന്നും കുറയ്ക്കണ്ട. പിന്നെ എൻ്റെ നിങ്ങളുടെയും സമയം ലാഭിക്കാൻ വേണ്ടി അങ്ങനൊരു പദം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് കൊള്ളാം. കാര്യം ഞാൻ അങ്ങനൊരു പദം പറഞ്ഞിട്ടില്ല. ശാപത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാപത്തിൻ്റെ ലക്ഷണമായതുകൊണ്ട് എല്ലാവരും ശപിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാനുള്ള കേസൊന്നും കുറയ്ക്കണ്ട. ഞാനും തിരുവല്ലക്കാരനാണ്, അദ്ദേഹവും ഇവിടുത്തുകാരനാണ്. അതുകൊണ്ട് കൊടുത്താട്ടെ, പക്ഷേ ഈ ഒരു പദം ചെക്ക് ചെയ്താൽ നമ്മുടെ 2 പേരുടെയും സമയം ലാഭിക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറയുകയും ചെയ്തു. 3 വർഷത്തിനകം ആദ്യത്തെ കുഞ്ഞിനെ ജനിക്കുന്നില്ലെങ്കിൽ അത് ശാപത്തിൻ്റെ സൂചനയാണ്. വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വൈദ്യശാസ്ത്രപരമായി അവർ പ്രോപ്പർ ദമ്പതികളാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാർക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ലെങ്കിൽ ശാപം അതിൻ്റെ പിമ്പിൽ കൊണ്ട്. അടുത്തത്, ശത്രുവിൻ്റെ മേൽ ജയം അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. നിനക്കെതിരെ വരുന്ന ശത്രു 7 വഴിയായി ചിതറും. ശത്രുവിൻ്റെ മുമ്പിലെ പരാജയം ശാപത്തിൻ്റെ ലക്ഷണമാണ്. കാരണം നീ 7 വഴിയെ വരുന്നവർ നിനക്കെതിരെ ഒരുമിച്ച് കൂടും, നീ 7 വഴിയായി ചിതറും. അത് 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ശത്രുവിൻ്റെ മുമ്പിലെ ജയം. ഞങ്ങൾ ഒരു വസ്തു ചർച്ചിന് വേണ്ടി വാങ്ങിച്ചു. അല്പം വിശാലതയുള്ള ഒരു വസ്തു ചർച്ചിന് വേണ്ടി വാങ്ങിച്ചു.
അവിടുത്തെ അക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ നേതൃസ്ഥാനത്ത് നിന്ന് ഒരാൾ നയിച്ചു. ബാക്കി ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി. 74 സിവിൽ കേസുകളാണ് ഒറ്റ ദിവസം ഫയൽ ചെയ്യുന്നത്. 74 സിവിൽ കേസ് പല കോടതികളിലായി. സാധാരണ പറയാറുണ്ട്, ഒരുത്തനെതിരെ ഒരു സിവിൽ കേസ് ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം പോയി. 74 എണ്ണം ഒന്നിച്ചങ്ങോട്ട് ഫയൽ ചെയ്തത്. എന്ത് ചെയ്യും? ഒത്തിരി കോടതികൾ. ഈ കോടതി നിൽക്കുമ്പോൾ ആ കോടതി നിന്ന്, ആ കോടതി നിൽക്കുമ്പോൾ ഈ കോടതി നിന്ന്, വിളിയോടെ വിളി. സാർ ഇവിടെ ഇരിപ്പുണ്ട്, മനസ്സിലാകുന്ന ഭാഷയെ ഞാൻ പറയാം. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ പഞ്ചാബിൽ എവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുക. അവിടുന്ന് ഒരു മോന് ലഞ്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ സ്ഥലം തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കയറ്റി. ഞങ്ങളെ ആരെങ്കിലും ഒരാൾ വണ്ടിക്കകത്ത് കയറ്റുന്നത് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അവൻ വാതോരോതെ വർത്താനം പറയുന്നുണ്ട്. ഈ നേരത്തിനാണ് എൻ്റെ മൂത്ത മോൻ വിളിക്കുന്നത്, ഡാഡി ഞാൻ കോർട്ട് നമ്പർ ഇന്ന കോടതിയുടെ മുൻപിൽ നിൽക്കുകയാണ്, കോർട്ടലക്ഷ്യ കേസ് എനിക്കെതിരെ അവനെതിരെ ഉണ്ട്. ഈ ടെമ്പററി ബിൽഡിംഗ് പണിയാൻ ഞങ്ങൾക്ക് ഒരിക്കൽ അനുവാദം കിട്ടി. സാറിന് നന്നായി അറിയാം, അതുകൊണ്ടാണ് വക്കീലുള്ളപ്പോൾ അത് പറയുന്നത് കൊള്ളാം. ടെമ്പററി ബിൽഡിംഗ് പണിയാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടി. പക്ഷേ ടെമ്പററി ബിൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് സിമെൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അത് ചള്ളയും ഇഷ്ടിയും വെച്ച് അല്ലെങ്കിൽ കല്ലും വെച്ച് കെട്ടുന്നതാണ്. അതിനകത്ത് കല്ലിന് പകരം അവിടെ ഒരു ഒരു സിമെൻറ്റ് ബ്ലോക്കിൻ്റെ ഒരു കഷണം കിട്ടി. ആ കഷണം എടുത്തു വെച്ച് പണിതു. ഞങ്ങളുടെ ഓപ്പണൻസിൽ ഒരാൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കോടതിക്ക് പ്രസൻറ്റ് ചെയ്തു. സിമെൻറ്റ് ഉപയോഗിക്കുന്നത് കോടതി അലക്ഷ്യമാണ്. ഹൈക്കോടതിൻ്റെ ഓർഡറാണ് ടെമ്പററി ബിൽഡിംഗ് പണിതോളാൻ. ഹൈക്കോടതിൻ്റെ ഓർഡറിനെ അലക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ സിമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിരിക്കുന്ന ഒരു പടം. അതൊരു കഷണമേ ഉള്ളൂ, പക്ഷെ അകത്തോട്ട് തന്നെ ഇരിക്കുന്നതെന്ന് ഇവർ കാണത്തില്ലല്ലോ ഫോട്ടോയ്ക്കകത്ത്. ജഡ്ജ് അതെടുത്തിട്ട് അദ്ദേഹം വല്ലാതെ അരിശപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഓർഡറാണ് ടെമ്പററി. എൻ്റെ ഓർഡർ വയലേറ്റ് ചെയ്തുകൊണ്ട് സിമെൻറ്റ് ഉപയോഗിച്ച് പണിതോടാന്നായി ജഡ്ജ്. ഓൾമോസ്റ്റ് വിധി പറഞ്ഞു. അന്നേരത്ത് ഞങ്ങളുടെ വക്കീൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സീനിയർ അറ്റോർണി വരാൻ വേണ്ടി എനിക്കൊരു 20 മിനിറ്റ് സമയം തരണം. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് അദ്ദേഹം ഫയൽ മാറ്റി അടുത്ത കേസ് വിളിച്ചു. ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡി അടുത്ത 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മിക്കവാറും കോർട്ടലക്ഷ്യ കേസിന് ജയിലിൽ പോവാം. ഞാൻ വെച്ചു, നിൻ്റെ അനിയൻ എന്ത് ചെയ്യും? അനിയനുണ്ട്, അവൻ വേറെ ഏതോ കോർട്ടിലാണ്, എവിടെ ഒന്നും പോലും അറിയത്തില്ല. കാര്യം കോർട്ടിനകത്ത് നിൽക്കുമ്പം ഫോൺ പോലും ഓൺ ചെയ്യാനൊക്കത്തില്ല. അവൻ ഏതോ കോർട്ടിലാണ് എന്ന് പറഞ്ഞു. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെ കൊണ്ടുപോകുന്ന മോനെ അങ്ങ് വർത്താനം നിർത്താതെ വർത്താനം. ഞാൻ അവനോട് ഇവിടെ മോനെ ഒന്ന് നിർത്ത്, നീ വർത്താനം ഒന്ന് നിർത്ത്, ഒരു സൈഡിലോട്ട് കാറ് പുള്ളി ചെയ്യാൻ പറഞ്ഞു. പുള്ളി ചെയ്തു. അവിടെ വന്ന് ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥിച്ച് ഞാൻ ഇമ്മീഡിയറ്റ്ലി സാമച്ചമ്പാസ്റ്ററെ വിളിച്ചു. സാമച്ചമ്പാസ്റ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പുള്ളി എടുക്കാൻ ഒക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഡ്രൈവറുണ്ട്, അവനായിരുന്നു ആ ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നത്. രാജ അറ്റൻഡ് ചെയ്തു. രാജായോട് ഞാൻ പറഞ്ഞു, രാജാ സാമച്ചൻ എന്ത് ചെയ്യും? സാമച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ. ഞാൻ പറഞ്ഞിടാ നിർത്താൻ പറ, ഇവിടെ ഒരുത്തൻ ജയിലിൽ വന്നു തുടങ്ങുക, അതുകൊണ്ട് ഒന്ന് നിർത്താൻ പറ. സ്റ്റേജിലോട്ട് കയറിയിട്ട് എമേവറീസ് വിളിക്കുന്നു, ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടെന്ന് പറ, 2 മിനിറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അതങ്ങ് ഒത്തു. സാമച്ചനെ വിളിച്ചു. സാമച്ചൻ എടുത്തേച്ച് കേസ് കിട്ടേച്ച് പറഞ്ഞു, അങ്ങളെ ഞാൻ ആ കാര്യം അങ്ങ് ഏറ്റു, സമാധാനമായിട്ട് പോകാൻ പറഞ്ഞു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്? ഞങ്ങളും നിന്ന് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മോൻ വീണ്ടും വിളിച്ചു, ഡാഡി കേസ് ഡിസ്മിസ് ചെയ്തു, നമുക്ക് അനുകൂലമായി ഡിസ്മിസ് ചെയ്തു. സാറിന് മനസ്സിലാകും, കൊള്ളാവുന്ന ഒരു വക്കീലിനെ പോയി വിളിച്ചു. ഈ ജഡ്ജും ആ വക്കീലും കൂടെ സ്നേഹിതരാണ്. അങ്ങനെ ഒരു വക്കീലിനെ വിളിച്ചു. ആ വക്കീൽ വന്നു. അദ്ദേഹം കോടതിയിൽ ആകെപ്പാടെ കയറി സിമ്പിൾ എന്തോ ആക്ഷനായിരുന്നു, അവർ ഡാൻസാണ് കാണിച്ചത്. അയാൾ പറഞ്ഞു, മൈ ലോഡ് എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞിനെ. അതിൻ്റെ അർത്ഥം ഇത്ര തന്നേക്കാമെന്ന. കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് അർത്ഥം അറിയത്തുള്ളൂ. അത് തന്നെ കാണിച്ചു. മൈ ലോഡ് ഇറ്റ് ഇസ് മൈ ക്ലൈൻറ്റ്. കേസ് ഡിസ്മിസ്ഡ്. അദ്ദേഹം എടുത്ത് തള്ളി. നിനക്കെതിരെ വരുന്ന ശത്രു 7 വഴി അയച്ചു. ഇതുകൊണ്ട് തീർന്നില്ല. ഒരു കേസ് ഡിസ്മിസ് ചെയ്തതോടെ കേസ് കൊടുത്ത ആളിന് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ അതിൻ്റെ പുറത്ത് സഭ ഗൗരവമായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ആ മനുഷ്യൻ, നല്ല ആരോഗ്യവാനായ മനുഷ്യനാണ്, ഒരു വടിയൊക്കെ കുത്തി 2-3 പേരങ്ങനെ പിടിച്ച് ചർച്ചിൽ കൊണ്ടുവന്ന് ആ അയാളുടെ കാറിൽ നിന്ന് ഇറക്കി. അയാൾ ഈ വടി കുത്തി പിടിച്ചുകൊണ്ട് ഓഫീസിൽ കയറി വന്നു. ഇളയ മോനെ അവിടെ ഉള്ളായിരുന്നു, വേറെ ആരും അന്നേരത്തെ അവിടെ ഇല്ലായിരുന്നു. ആ മനുഷ്യൻ അവൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, ഫാദർ, വാട്ട് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. നടന്നതൊക്കെ നടന്നു. യുവർ ജീസസ് വാസ് ഗുഡ്. നിൻ്റെ യേശു നല്ലവനാണ്.
ഹി വാസ് ഗുഡ് ഈവൻ ടു മീ, ബട്ട് ലെറ്റ് എസ് സ്റ്റോപ്പ് ഹിയർ. ഇവൻ തളർന്നു പോയതിനോടാകും. ഇവൻ എന്തോ മനസ്സിലായി. നടന്നതൊക്കെ നടന്നു, നമുക്കിവിടം കൊണ്ട് നിർത്താം. നിങ്ങൾക്കെതിരെയുള്ള 74 കേസുകളും, 74 പേരാണ് കൊടുത്തിരിക്കുന്ന, ഇയാളല്ല, 74 കേസുകളും ഇന്ന് വിഡ്രോ ചെയ്യുകയാണ്. ഇനി എന്നെ ട്രബിൾ ചെയ്യരുത്. നിനക്കെതിരെ വരുന്ന ശത്രു 7 വഴി അയച്ചു. അത് പിന്നെ ഇന്ന് വരെയും വ്യക്തികളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്കെതിരെ അധികം കേസുകൾ ഉണ്ട്. അങ്ങ് കുഞ്ഞും 2-3 എണ്ണം ഉണ്ട്. അതൊഴിച്ചാൽ അധികം കേസുകളില്ല. നിനക്കെതിരെ വരുന്ന ശത്രു 7 വഴി അയച്ചു തരും. ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ആ വക്കീലുണ്ടല്ലോ, അദ്ദേഹം 1 ലക്ഷത്തിൽ താഴെ ഒരു ചെക്ക് എടുക്കത്തില്ല. അതിലെടുക്കുന്ന ഏറ്റവും താണ ചെക്ക് 1 ലക്ഷമാണ്. 5 ലക്ഷമാണ് അയാളുടെ നോർമൽ ഫീസ്. ഇതിനകത്ത് 5 ലക്ഷവും ചാർജ് ചെയ്യും. ഞാൻ പോയി ആ വക്കീലിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇത് ഞങ്ങളൊരു ചർച്ചയാണ്, സാറിന് കുറയ്ക്കാവുന്നിടത്തോളം കുറയ്ക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, നിൻ്റെ പ്രതീക്ഷ എന്നാ? ഞാൻ പറഞ്ഞു 25,000 രൂപ കൊണ്ട് സാറ് സമ്മതിക്കുമെങ്കിൽ 25,000, 30 ആക്കിയാലും അതിൽ കൂട്ടല്ലേ സാറേ എന്ന്. അയാളിങ്ങനെ എന്നെ നോക്കിച്ച് പറഞ്ഞു, ഫാദർ, എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷത്തിൽ താഴെ ഒരു ട്രാൻസാക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചർച്ചയല്ലേ, പോയിക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ചർച്ചയല്ലേ, പോയിക്കോ. എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷത്തിന് താഴെ ഒരു ട്രാൻസാക്ഷൻ ഇതുവരെ ഇല്ല. നിനക്കെതിരെ വരുന്ന ശത്രു 7 വഴിയായി ചിതറും. ഓക്കെ, അടുത്തത് വിശുദ്ധ ജീവിതം. ഇതൊന്ന് എടുത്തു പറഞ്ഞേ പറ്റൂ. വിശുദ്ധ ജീവിതം 1984 ഒത്തിരി വർഷങ്ങളായി, 10-30 വർഷം, 40 ഇല്ലയോ? അതെ, 10-40 വർഷമായി, അതിലും കൂടുതലായി. 83, 40, 80 വർഷത്തിന് പുറകിൽ കൂടുതലായി. മലബാറിലുള്ള അറബി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു കൺവെൻഷന് പോയി. അവിടെ ഒരു പെൺകുട്ടി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. 40 വയസ്സിന് മുമ്പ് ഞാൻ ഈ യൗവനക്കാരനാണ്. ഒരു പെൺകുട്ടി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിച്ചു പറഞ്ഞു, എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഒരു വിസ വന്നിട്ടുണ്ട്, അതൊന്ന് ക്യാൻസലായി കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആരും എൻ്റെ അടുക്ക വന്നിട്ടില്ല. നാളുകൾ ഉപവാസം അമേരിക്കയ്ക്ക് വേണ്ടി. ഇവിടെ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് പ്രാർത്ഥനയാണ്. ആ കൂട്ടത്തിലാണ് അമേരിക്കൻ വിസ ക്യാൻസലാകാൻ. ഞാൻ ചോദിച്ചു, കുഞ്ഞാ നിനക്ക് എന്തു പറ്റി? അവൾ പറഞ്ഞു, അങ്കിളെ, എൻ്റെ വീടൊരു ദരിദ്ര കുടുംബമാണ്. എൻ്റെ അപ്പനും അമ്മയും 2 പേരും തൂമ്പപ്പണിക്കാരാണ്. തൂമ്പപ്പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മനസ്സിലാവും, ഒരു മലബാറുകാരാണ്, തൂമ്പപ്പണിക്കാരാണ്. അവർക്കുണ്ടാക്കുന്ന കഠിനാധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ സാധാരണ ആഹാരം മക്കുള്ള കപ്പ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കയ്പുള്ള കപ്പയും ഉണക്കമീൻ ചുട്ടതുമാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. എൻ്റെ മൂത്ത സഹോദരിയെ നന്നായി പഠിപ്പിച്ചു. അവൾ നേഴ്സിംഗ് പാസ്സായി. അവളിപ്പോൾ അമേരിക്കയിലാണ്. ഞാനും അവളും തമ്മിൽ 10 വയസ്സോളം വ്യത്യാസമുണ്ട്. അവൾ അമേരിക്കയിൽ എത്തിയ ശേഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് എല്ലാവരും കൂടെ അമേരിക്കയ്ക്ക് പോകത്തക്ക പോലെ അവൾ ഞങ്ങളുടെ പേര് ഫയൽ ചെയ്തു. ഇപ്പോൾ ആ ഫയലിൻ്റെ കാലമായി. ഞങ്ങളെ മുഴുവൻ കുടുംബത്തെയും, അനിയത്തിമാരെയും അപ്പനെയും അമ്മയും എല്ലാം കൂടെ അമേരിക്കയ്ക്ക് ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടിക് ഫോം വന്നു, അത് വായിച്ചു എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആയി. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ പെന്തിക്കോസ്തിൽ ആരാധിക്കുന്നുള്ളൂ. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി എന്നെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു. വിളിക്കാനൊന്നൊന്നുമില്ല, എഴുത്തെഴുതുക. എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നീ കാതും കഴുത്തും പറിച്ച് ഇങ്ങനെ ഈ പെന്തിക്കോസ്തുകാരുടെ തുള്ളം നടക്കുക. ശരി, നീ പോ. നീ അമേരിക്കയിൽ വന്നാൽ എൻ്റെ കൂടെ യാക്കോബായ പള്ളി വരിക അല്ലാതെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ട് തല്ലി ഒടിച്ച് ഞാൻ വിടിടും. നീ ഇഞ്ഞു വാ, നിന്നെ ഇവിടെ തുള്ളം വിടത്തില്ല. ഈ കാരണമാണ് ഇവർക്ക് വിസ ക്യാൻസൽ ചെയ്യേണ്ടത്. ഇവളെൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എനിക്ക് ആ മക്കുള്ള കപ്പയും ആ ഉണക്ക മത്തിയുടെ തല ചുട്ടതും മതി, ഞാൻ അതുകൊണ്ട് ജീവിച്ചോളാം. പക്ഷേ എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്കതിൻ്റെ താഴോട്ട് പറ്റുകയില്ല. അവിടെ കണ്ണ് നിറഞ്ഞു, എൻ്റെയും കണ്ണ് നിറഞ്ഞു, അവൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ അവളോട് ഒരൊറ്റ മറുപടി പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ വിശുദ്ധിയിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ വിശുദ്ധ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ ഒരു ചെകുത്താനെ കൊണ്ടുപോകത്തില്ല. നീ ധൈര്യമായി പോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. അവൾ അമേരിക്കയിൽ പോയി. ഞാനത് പറഞ്ഞല്ലോ, നിന്നെ പിടിച്ചൊതുക്കാൻ ഒരു ശക്തിക്കും ഒക്കത്തില്ല. തുടർന്ന് അവളെ ഒരു ദൈവദാസൻ വിവാഹം കഴിച്ചു. അവൾ ഒരു ദിവസം പോലും പ്രമാണത്തിന് താഴെ പോയിട്ടില്ല. ഒരു ദൈവദാസൻ അവളെ വിവാഹം കഴിച്ചു. അവരുടെ ചർച്ചിൽ പല പ്രാവശ്യം ഞാൻ പോയി കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതിനുള്ള കൃപ ദൈവം തന്നു. വിശുദ്ധിക്ക് വേണ്ടിയുള്ള വ്യഗ്രത അനുഗ്രഹത്തിൻ്റെ ലക്ഷണം. വിശുദ്ധിക്ക് വേണ്ടിയുള്ള വ്യഗ്രത അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അതേസമയം
അശുദ്ധിക്ക് വേണ്ടിയുള്ള വ്യഗ്രത ശാപത്തിൻ്റെ ലക്ഷണമാണ്. തൊടുന്നതിലൊക്കെ ഉന്നതി. 7, തൊടുന്നതിലൊക്കെ ഉന്നതി. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. തൊടുന്നതിലൊക്കെ ഉന്നതി, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. എങ്കിൽ തൊടുന്നതിലൊക്കെ താഴ്ച, അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. അടുത്തത് സമചിത്തതാബോധം. ഇതൊന്ന് ഗൗരവമായി കേട്ടോ. 2 പദങ്ങൾ ബൈബിളിലുണ്ട്, ഭ്രാന്തും ചിത്തഭ്രമവും. അത് 15 മുതലുള്ള വാക്യങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഭ്രാന്തും ചിത്തഭ്രമവും. നമ്മളിത് കേട്ട് കഴിഞ്ഞത് രണ്ടും ഒന്നാം. എനിക്ക് ഭ്രാന്തും ചിത്തഭ്രമവും ഒന്നാം. പക്ഷെ ഡെറിക് പ്രിൻസ് പറയുന്നത് എബ്രായ ഭാഷയിൽ ഇത് പറയുന്ന 2 പദമാണ്. ഒന്നിനെ ചിത്തഭ്രമം എന്ന് പറയുന്നത് മെൻ്റൽ ഇംബാലൻസാണ്, മാനസികമായ ഇംബാലൻസ്. ഭ്രാന്ത് തന്നെ. മെൻ്റൽ ഇംബാലൻസ് ഇത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. സമചിത്തതാ ബോധം അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. മെൻ്റൽ ഇംബാലൻസിനെ കുറിച്ച് രാവിലെ എനിക്ക് തോന്നി തിരുവനന്തപുരം വരെ പോകണമെന്ന്. അപ്പോൾ തിരുവനന്തപുരത്തിന് വന്ന് ഞാൻ റെഡിയായി. ഉച്ചയായപ്പോഴത്തേക്ക് ചിന്ത അങ്ങ് മാറി എറണാകുളത്തിനാട്ടെന്ന് വിചാരിച്ചു. വൈകിട്ട് മനസ്സിലായി ഞാൻ എങ്ങും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പം അതിൻ്റെയൊക്കെ മണ്ടേ പണവും മുടക്കും. ഒരു കാര്യവും നടക്കത്തില്ല. കാര്യം ഇവന് സ്ഥിരതയില്ല, അല്ലെ ഇവൾക്ക് സ്ഥിരതയില്ല. നിസ്സാര കാര്യത്തിന് മുമ്പിൽ നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ട്. അതിൻ്റെ ഇരട്ടി കാര്യം നടന്നാൽ മിണ്ടാതെ പോകുന്നവരുണ്ട്. വെറും തമാശ ഇല്ലാത്ത കാര്യങ്ങൾക്കും വെടലച്ചിരി ചിരിക്കുന്നവരുണ്ട്. അതിനേക്കാൾ തമാശ ഉള്ളത് കേട്ടാലും ചിരിക്കാതെ പോകുന്നവരുണ്ട്. ഒന്നിന് ചിത്തഭ്രമമാണ്, മാനസിക സംയമനം കുറവാണ്. അതുതന്നെയാണ് കാര്യം. ചിലർ ഒന്നുമില്ലാത്ത കാര്യത്തിന് തലയിൽ മണ്ണെണ്ണ കോരി ഒഴിച്ച് തീ കത്തിക്കാൻ പോകും. മാനസിക സ്വസ്ഥതയുടെ കുറവാണ്. ചിത്തഭ്രമം ശാപത്തിൻ്റെ ലക്ഷണമാണ്. സമചിത്തതാബോധം അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ഇന്ന് അതോർത്തിരുന്ന ചിലർക്കത് പ്രയോജനമാകും. അത് പറഞ്ഞു ശാസിക്കാൻ കഴിയും. അതോടെ ജയമാകും. ദീർഘായുസ് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ മുമ്പേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് തൊട്ടു. ദീർഘായുസ് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. കാലം തികയുന്നതിന് മുന്നമേ, പ്രായം തികയുന്നതിന് മുന്നമേ ഒന്നിനു പുറകെ ഒന്ന് വീതം ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം മരണങ്ങൾ ഉണ്ടായാൽ അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്, ശാപത്തിൻ്റെ സൂചനയാണ്. അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്. പാരമ്പര്യ രോഗങ്ങളിൽ പലതും ശാപത്തിൻ്റെ ലക്ഷണം. ഇത് ചിലർക്ക് ആദ്യത്തെ അറിയുമായിരിക്കാം. പാരമ്പര്യ രോഗങ്ങളിൽ പലതും ശാപത്തിൻ്റെ ലക്ഷണമാണ്. അത് കുടുംബത്തിൻ്റെ മേലുള്ള ശാപമാണ്. കേഴ്സ് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അതൊക്കെ പൂർണ്ണമായി പൊട്ടിമാറും. പാരമ്പര്യ ഒരുപാട് പേരുടെ സുഖമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാരമ്പര്യ രോഗങ്ങൾ ശാപത്തിൻ്റെ ലക്ഷണമാണ്. പാരമ്പര്യമായുള്ള ആരോഗ്യം അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ, അവരെ ആക്സിഡൻറ്റ് പ്രോൺ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആക്സിഡൻറ്റ് പ്രോൺനെസ് ശാപത്തിൻ്റെ ലക്ഷണമാണ്. ചിലരെ ചുമ്മാ വഴിയെ പോയാൽ കാണുന്ന കാറെല്ലാം ഇവൻ്റെ നേരെ തിരിയും. എന്തിനാ? നാട്ടിലെ പട്ടിയും കോഴിയും വന്ന് മുന്നേ ചാടും. ഇവനെ ഇടിക്കാതെ ഒന്നും പോകില്ല. ചത്താലും ഇടിക്കും, വന്നിടിക്കും. അനുഗ്രഹിക്കപ്പെട്ടവൻ വഴിയെ പോകാമെന്നെങ്കിൽ ആരണ്ട് വന്ന് പറഞ്ഞു മാറ്റും, വേണ്ടാത്തതിനെ പറഞ്ഞു മാറ്റും. കൂടെയുള്ള അപകടങ്ങൾ ശാപത്തിൻ്റെ ലക്ഷണവും അപകടങ്ങളില്ലാത്ത യാത്രകൾ അനുഗ്രഹത്തിൻ്റെ ലക്ഷണവുമാണ്. ഞാൻ ഇവിടെ വന്ന് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒരു കാര്യം പറയാൻ പോവാം. യഹൂദന്മാർ വീട് പണിയുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസ് സെപ്പറേറ്റ് ടൂൾസാണ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. യഹൂദന്മാരിൽ ഒരുത്തൻ വീട് പണിയണിക്കണമെങ്കിൽ അതിനുവേണ്ടി അപ്രൂവ്ഡ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അവരുടെ കൊടുക്കും. അവരുപയോഗിക്കുന്ന കത്തി, അവരുപയോഗിക്കുന്ന ചട്ടി, അവരുപയോഗിക്കുന്ന ഉളി, അവരുപയോഗിക്കുന്ന കല്ലാശാരി ഉപയോഗിക്കുന്നത് സകലതും കോഷ്യടെന്ന് പറയും. കോഷ്യഡ്. അവരുടെ പുരോഹിതനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അനുഗ്രഹിച്ച ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. അല്ലാത്ത ഒരു ഉപകരണം ഉപയോഗിക്കത്തില്ല. ഞാൻ ഇച്ചിരൂടെ ഗൗരവത്തിൽ പോകാം. അതല്ലാത്ത ഒന്ന് ഉപയോഗിക്കത്തില്ല. എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ കൃപയാൽ കുറച്ച് കോഷ്യഡ് ഐറ്റംസ് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വല്ലപ്പോഴും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ അത് ഉപയോഗിച്ച് ഞാൻ ആശാരി വല്ലതും ഒന്നുമല്ല, എങ്കിലും വല്ലപ്പോഴും ഒന്ന് ചെയ്യണമെങ്കിൽ വല്ലതുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് കോഷ്യഡ്. യഹൂദൻ്റെ വീടിൻ്റെ പണി തീരുന്നതോടുകൂടെ അവരുടെ വെളിയിലോട്ടിറങ്ങുന്ന കട്ടിളക്കാലിൻ്റെ മേൽ ഒരടയാളം വെക്കും. ഇതറിയാവുന്ന എത്ര പേരുണ്ട്? ഒരു പാച്ചർ എന്നവരതിനെ വിളിക്കുന്ന പാച്ചർ അതേ വെച്ചേക്കും. ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ ഒരു പേപ്പറിൽ എഴുതി ചുരുട്ടി ആ ചുരുട് ഒരു കവറിനകത്താക്കും. അത് സ്വർണം കൊണ്ടുള്ള കവറുണ്ട്, വെള്ളി കൊണ്ടുള്ള കവറുണ്ട്. എൻ്റെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല അലങ്കാരമുള്ളതാണ്. ഇത് കൊണ്ടുവന്ന് കട്ടിളക്കാലിൽ കുഴിച്ചു വെക്കും. എൻ്റെ ഓർമ്മയിൽ അകത്തോട്ട് കയറുമ്പോൾ
ഇടത്തെ കൈ തൊട്ട് ഒരു സൈഡിലാണ്, അകത്തോട്ട് കയറുമ്പോൾ ഇടത്തുവശത്തും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വലത്തുവശത്തുമായിട്ടാണ് ഇത് വെക്കുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ പുറകിൽ, ക്ഷമിക്കണം, ഇങ്ങോട്ട് ഇപ്പോൾ വന്നിരിക്കട്ടെ, ഇവിടെ ഒരു കട്ടിള ഉണ്ടെങ്കിൽ അതിൻ്റെ വലത്തെ സൈഡിൽ ആ ഡോർ പില്ലറിൽ ഈ പാച്ചർ വെച്ചേക്കും. തടിയുടെ ലെവലിൽ കുഴിച്ച് അതിനകത്താണ് വെക്കുന്നത്. പക്ഷെ നന്നായി കാണാം, ഇത് നന്നായി എടുത്ത് കാണിക്കത്തക്കതുപോലെ കളറും എല്ലാം വ്യത്യാസമുള്ളതാണ്, അതവിടെ കാണും. യഹൂദൻ വീടിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലത്തെ കൈ അതേലോട്ട് വെച്ച്, വലത്തെ കൈ അതേലോട്ട് വെച്ച്, കർത്താവേ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ സൂക്ഷിച്ചോളാം, എൻ്റെ യാത്ര അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാതെ പോകത്തില്ല. അവൻ തിരിച്ച് വീടിനകത്തോട്ട് വരുമ്പോൾ ഇടത്തെ കൈ അതേലോട്ട് വെച്ച്, കർത്താവെ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടുവന്നതിനായി സ്തോത്രം, വീടിനകത്ത് ഞാനൊരു അനുഗ്രഹമായിരിക്കണം. ഈ പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അകത്തോട്ട് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും, പുറത്തോട്ട് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞ പ്രാർത്ഥനാ പദം. നിന്നുകൊണ്ടൊരു വിശദീകരണത്തിലോട്ട് പോകാം. ഒരു സാധാരണ പുരോഹിതൻ്റെ കൈകൊണ്ടാണ് ഇത് എഴുതുന്നെങ്കിൽ, പുരോഹിതന്മാർക്ക് താഴെയുള്ളവർക്ക് ഇത് എഴുതാൻ അനുവാദമില്ല. ഒരു സാധാരണ പുരോഹിതൻ്റെ കൈകൊണ്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ ആ സാധനത്തിന് $10 കിട്ടും. അമേരിക്കയിൽ $10 കിട്ടും. ഒരു മഹാപുരോഹിതൻ്റെ കൈകൊണ്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ $2500 കൊടുക്കണം. എഴുതുന്നത് ഒരേ വാചകം, എഴുതുന്നത് ഒരേ പേപ്പർ, എഴുതിയ ആളിൻ്റെ വ്യത്യാസം. പക്ഷെ ഒരു പുരോഹിതന് എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2-3 മണിക്കൂറോ ഏതാണ്ട് പ്രാർത്ഥിച്ച് എഴുതാനൊക്കത്തുള്ളൂ. ഒരു മഹാപുരോഹിതന് ഇത് എഴുതണമെങ്കിൽ അദ്ദേഹത്തിന് ഒരാഴ്ച പ്രാർത്ഥിച്ച് കൊള്ളു. അപ്പോൾ ഒരാഴ്ച പ്രാർത്ഥിച്ച് ഇയാൾ ഒരു 100 എണ്ണം അങ്ങ് എഴുതും. മറ്റേ പുള്ളി ദിവസവും പ്രാർത്ഥിക്കുന്ന ദിവസവും എഴുതും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ഇരിക്കുന്നത് ഏതാണ്ട് മിഡിൽ ലെവലിലുള്ള, എനിക്ക് എന്നാൽ $50 ഞാൻ ഒരെണ്ണം വാങ്ങിച്ചത്. ഒന്നല്ല, എൻ്റെ 3-4 ഉണ്ട്, ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അകത്തോട്ട് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, പുറത്തേക്ക് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മുടെ ഒന്നും ജീവിതത്തിൽ 10 കൽപ്പന എഴുതി വെക്കത്തിൽ എൻ്റെ വീടിൽ ഒന്നത്തേലും വെച്ചിട്ടില്ല. ഞാനിത് സാമ്പിൾ കാണാൻ വേണ്ടി കൊണ്ടുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോഷ്യഡായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് ഒരു തൂക്ക് കെട്ട കോഷ്യഡാണ്, ഞാനത് കൊണ്ട് വെക്കാറുണ്ട്. യഹൂദന്മാരുടെ ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കാൻ പോയാൽ കോഷ്യഡ് ഫുഡ് കിട്ടത്തുള്ളതെന്നറിയാവൂ? യഹൂദൻ്റെ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറിയാൽ കോഷ്യഡ് ഫുഡേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ സമയത്തിന് അവിടെ വന്ന് അനുഗ്രഹിക്കാൻ ഒരു പുരോഹിതനെ കൈ കിട്ടിയിട്ട് അവൻ ഹോട്ടൽ തുടങ്ങത്തുള്ളൂ. രാവിലെ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുരോഹിതൻ വന്ന് കോഷ്യർ ചെയ്യും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും. ഉച്ചയ്ക്ക് ആഹാരം പ്രിപ്പയർ ചെയ്താൽ പുരോഹിതൻ വന്ന് അനുഗ്രഹിക്കും. പിന്നെ അവൻ ഫുഡ് വിളമ്പത്തുള്ളൂ, അവൻ കൊടുക്കത്തില്ല. യഹൂദനാ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്നൊന്ന് കാണിച്ചാൽ കൊള്ളാം, നമ്മുടെ ജീവിത ശൈലി കൊണ്ടൊന്ന് കാണിച്ചാൽ കൊള്ളാം നിങ്ങളും ദൈവമക്കളാണെന്ന്. ഓക്കെ, കൂടെയുള്ള അപകടങ്ങൾ യഹൂദൻ പറയുന്നത് ഇത് കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം പോയാൽ സാധാരണഗതിയിലുള്ള അപകടങ്ങൾ ഒഴിവായിരിക്കും. അവർ പ്രാർത്ഥിക്കുന്നത് അതാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, അപകടങ്ങളിൽ നിന്ന് വിടുതൽ. അടുത്തത് പാരമ്പര്യ സ്വഭാവങ്ങൾ. പാരമ്പര്യ രോഗങ്ങൾ നമ്മൾ പറഞ്ഞു, പാരമ്പര്യ സ്വഭാവങ്ങൾ. ചിലർ അപ്പൻ കോപിഷ്ഠനാണ്, മോനും കോപിഷ്ഠനായിരിക്കും. അപ്പൻ അമ്മയെ തല്ലുന്നതായിരിക്കും, മോനും ഭാര്യയെ തല്ലുന്നതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമ്മ പറഞ്ഞാൽ കേൾക്കാത്തതായിരിക്കും, മോളും പറഞ്ഞാൽ കേൾക്കുകയില്ല. ഇങ്ങനെയൊക്കെ പാരമ്പര്യ സ്വഭാവങ്ങൾ ശാപത്തിൻ്റെ ലക്ഷണമാണ്. ദുസ്വഭാവങ്ങൾ, സൽസ്വഭാവങ്ങൾ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അടുത്തത് മിസ്കാരേജസ്. ഇത് എടുത്തു പറഞ്ഞേ മതിയാകൂ. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, ആരോഗ്യമുള്ള വൈദ്യശാസ്ത്രപരമായ തകരാറില്ലാത്ത മാതാപിതാക്കൾ, ദമ്പതികൾ ഒരുമിച്ച് പാർക്കുന്നെങ്കിൽ ആദ്യത്തെ 3 വർഷത്തിനകം അവരുടെ 1ാമത്തെ കുഞ്ഞിനെ കണ്ടിരിക്കണം. മാത്രമല്ല അവർക്ക് പുത്രസമ്പത്ത് ദൈവം നൽകേണ്ടതാണ്. അത് ഒരുവന് ലഭിക്കാതെ വണ്ണം അനേക കാരണങ്ങളാകാം. ചിലപ്പോൾ കാരണമില്ലാത്ത മിസ്കാരേജസ് 7ാമത്തെ മാസത്തിൽ, 5ാമത്തെ മാസത്തിൽ, അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ മാസവും കണക്കുമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ കുഞ്ഞ് നഷ്ടമായി പോകാം. ഇത് ഒന്നിനു പുറകെ ഒന്ന് നടന്നാൽ, മിനിമം 3 പ്രാവശ്യം കാരണമില്ലാത്ത അബോർഷൻ നടന്നാൽ 100% കേഴ്സാണ്. ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാടെണ്ണം ബ്രേക്ക് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. മിസ്കാരേജസ് ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നെങ്കിൽ അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. സാമ്പത്തിക പരാധീനത. നല്ല വരുമാനം കാണും, പക്ഷെ തക്ക നേരത്ത് വരുമ്പോൾ 100 രൂപയുടെ കുറവുണ്ട്, 50 പൈസയുടെ കുറവുണ്ട്, 1000 രൂപയുടെ കുറവുണ്ട്. കാര്യം നടക്കുകയില്ല ഈ കുറവ് കാരണം. അല്ലേ പോയി കടം വാങ്ങിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ ഒരു കൊച്ചൻ, ഒരു ആഫ്രിക്കക്കാരൻ പഠിക്കാൻ വേണ്ടി രാമയ്യ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്നതാണ്. അവൻ മെഡിസിൻ പഠിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പെശകന വല്ലത് ദുസ്വഭാവത്തിലായി നശിച്ചു.
ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ്റെ അപ്പനൊരു പൈലറ്റാണ്, സാംബിയയിൽ ഒരു പൈലറ്റാണ് അവരുടെ അപ്പൻ. ഇവന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഫൈനലി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയപ്പോൾ അക്കാലത്ത് ടിക്-20 എന്ന് പറയുന്നൊരു മരുന്ന് കിട്ടുമായിരുന്നു, കോൺസെൻട്രേറ്റഡ്. ഇന്ന് കോൺസെൻട്രേറ്റഡ് കിട്ടത്തില്ല, ഇന്ന് നിർത്തി. ടിക്-20 കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടും. അത് 2 എണ്ണം വാങ്ങിച്ച് കുടിച്ചാൽ അധികം വിഷമില്ലാതെ എളുപ്പം ചത്തോളും എന്നാരാണ്ട് പറഞ്ഞു. ഇവൻ 2 എണ്ണം വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ പോയി. ഇവനെ കടയിലോട്ട് പോകുന്നതിന് തൊട്ട് സൈഡിൽ നിന്ന് നമ്മളൊരു കൺവെൻഷൻ നടത്തുന്നുണ്ട്. അന്ന് പാസ്റ്റർ കോശി വൈദ്യനാണ് കൺവെൻഷന് പ്രസംഗിക്കുന്നത്. ഇവൻ അതിലേ കൂടെ അങ്ങ് നടന്ന് താവോട്ട് പോയി. താഴത്തെ കടയിൽ ചെന്നപ്പോഴേ എനിക്ക് വന്ന് 13 രൂപ 80 പൈസയോ ഏതാണ്ടാണ് ഒരെണ്ണത്തിൻ്റെ വില. 2 എണ്ണം വാങ്ങിച്ചപ്പോൾ ചില്ലറയുടെ കുറവുണ്ട്. ആ ചില്ലറ എടുത്ത് കൊടുക്കാൻ, ചില്ലറ പൈസ കൊടുക്കാൻ ഇവൻ്റെ കയ്യിലില്ല. അവൻ്റെ നോട്ടും ഇല്ല, ചില്ലറയില്ല. നാളെ ഇഞ്ഞ് കൊണ്ട് തന്നേക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കടക്കാരൻ വിട്ടുമില്ല, ആഫ്രിക്കനാണ്. പിന്നെ അവനെ കണ്ടില്ലേ, ഇവിടെ ചെന്താ തപ്പാനാ. അതുകൊണ്ട് പറഞ്ഞു അത് എടുത്തുകൊണ്ട് വന്നിട്ട് മരുന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അവനെ ചില്ലറ എടുക്കാൻ തിരിച്ചിങ്ങോട്ട് വരിക. അവൻ്റെ വീട് അതിനപ്പുറത്താണ്. അവിടെ പോയി ചില്ലറ എടുക്കാം. ഇങ്ങോട്ട് വരുന്ന സമയത്താണ് കോശി വൈദ്യൻ്റെ മെസ്സേജിൻ്റെ ഏതോ ഒരു ഭാഗം അവനെ അങ്ങ് തൊട്ടു. അവനവിടെ നിന്നു. ചില്ലറ പെറുക്കിയില്ല. ചില്ലറ ഇല്ലാത്തത് ചിലപ്പോൾ അനുഗ്രഹമാകാം, പക്ഷെ ശാപവും ഇത് തന്നെയാണ്. തക്ക സമയത്ത് കാര്യം നടക്കത്തില്ല. ഇവനകത്ത് കയറി വന്നു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഇന്ന് പ്രസംഗിച്ച ആളിനെ കാണണമെന്ന് പറഞ്ഞു. ഇതൊരു പോയി തടിയൻ ആഫ്രിക്കന് വന്ന് പ്രസംഗനെ കാണണമെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ നീ ആരാ, എന്നാ, എവിടുന്നാ വരുന്നത്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. ഇവൻ ഒന്നുകൊണ്ടും പോകുന്ന ലക്ഷണമില്ല. ഇവൻ കണ്ടേ തീരൂ. സംസാരം കേട്ടുകൊണ്ട് കോശി വൈദ്യന് ഇറങ്ങി വന്നു. എന്നാ വേണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാർ നിങ്ങളെന്ന് പറഞ്ഞത്, അവന് ഈ രക്ഷയുടെ സന്തോഷമെന്ന് നമുക്ക് പറയാനറിയാം. അവൻ അറിയത്തില്ല. അവൻ പറഞ്ഞത്, സർ മൈ ഹോൾ ബോഡി ഈസ് ലാഫിങ് സർ, എൻ്റെ ശരീരം മുഴുവനും ചിരിക്കുന്നു സാറേ എന്ന് പറഞ്ഞാൽ എൻ്റെ സെല്ലുകൾക്കകത്തെല്ലാം ഈ സന്തോഷം അങ്ങ് നിറഞ്ഞു. സർ മൈ എവറി പാർട്ട് ഓഫ് മൈ ബോഡി, മൈ ഹോൾ ബോഡി ഈസ് ലാഫിങ് സർ, ഇറ്റ് ഈസ് ലാഫിങ് ബിക്കോസ് യു സെഡ് അബൌട്ട് ഫോർഗിവ്നെസ് ഓഫ് സിൻ. ഞാൻ ഈ പാപിയ. കോശിവൈദ്യൻ അവനോട് പറഞ്ഞു, അവൻ്റെ പോക്കറ്റിൽ സിഗരറ്റ് കിടപ്പുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിൻ്റെ സത്യധർമ്മം തെളിയിക്കാൻ വേണ്ടി നിൻ്റെ പോക്കറ്റിലുള്ള സിഗരറ്റ് എടുക്കാൻ പറഞ്ഞു. എടുത്ത് തറയിലിട്ട് ചവിട്ടാൻ പറഞ്ഞു. ചവിട്ടിക്കൊണ്ട് പറ, ഇനി മേലെ ഞാൻ ഇതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ല, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അവനെ ഏൽപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ സാമ്പത്തിക പരാധീനത എന്ത് ചെയ്യാൻ പോയാലും നേരത്തിന് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് കാണും. സാമ്പത്തികമായി അവനെ കാര്യം ചെയ്യാൻ ഒക്കാതെ വരും. ഇത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം ഞാനൊന്ന് പറഞ്ഞു, ഒരു ഉദാഹരണം കൂടെ തൊടാം. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം മാതാപിതാക്കളുടെ ശാപം കൊണ്ടാകാം. മാക്സിമം ചാൻസ് അതിനുണ്ട്. അത് ശാപത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. സാം ജബദുരെ അവർ എഴുതിയ ശാപങ്ങളെ മുറിക്കുക എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ആ സാം ജബദുരെ എഴുതിയ പുസ്തകത്തിനകത്ത് ഒരു ചരിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചരിത്രം അനുഗ്രഹവും ശാപവും എന്നുള്ള വിഷയത്തിലൊന്നും അല്ല, അല്ലാതെ തന്നെ അനേക ശുശ്രൂഷകന്മാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ധനികരായ ഒരു കുടുംബം വന്ന് ഒരു റോഡ് സൈഡിൽ വസ്തു എടുത്ത് അവിടെ താമസിച്ചു. വലിയൊരു മാളിക പണിതു. പക്ഷേ അതിൻ്റെ മുമ്പിൽ കുറച്ച് പുറമ്പോക്ക് സ്ഥലങ്ങളുണ്ട്. ഇവർക്ക് അതും കൂടെ കയ്യേറാൻ വേണ്ടി ആ സത്യത്തിൽ അവർ വന്ന് ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചത്. അതുകൊണ്ട് ഒരു 2-3 ഏക്കർ പുറമ്പോക്കുണ്ട്, അതും കൂടെ കിട്ടും. പക്ഷേ തീരെ സാമ്പത്തികമില്ലാത്ത ആരോ മിടുക്കർ വന്ന് ആ സ്ഥലം അങ്ങ് കൈവശപ്പെടുത്തി. ഈ പുറമ്പോക്കേറിയ കൈവശപ്പെടുത്തി അവിടെ കുടിൽ കെട്ടി താമസവും തുടങ്ങി. അങ്ങനെയുള്ളവരുടെ വേറൊരു സോക്കേട്, രാവിലെ അവിടുത്തെ പിള്ളേർ, ഒത്തിരി പിള്ളേർ കാണും, ഇമ്മരെഴുതി റോഡിലോട്ട് ഇറങ്ങി ദിനകൃത്യങ്ങളെല്ലാം നടക്കും. ചുരുക്കി പറഞ്ഞാൽ ധനികൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും വരണമെങ്കിൽ ഈ അഴുക്കും ചവിട്ടിക്കൊണ്ട് വീട്ടിൽ കയറാനൊക്കത്തുള്ളൂ. ഇതൊരു ശല്യമായി മാറി. ഇയാളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ആവുന്ന പണി നോക്കിയിട്ട് അയാൾ പോവുകയുമില്ല. അയാൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഇവനെ മാറ്റുക എന്ന് ധനികനും തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഒരു പശു, ഈ ദരിദ്രൻ്റെ ഒരു പശു കെട്ടഴിഞ്ഞ് ധനികൻ്റെ വിളയിൽ കയറി വിള നശിപ്പിച്ചു. ധനികൻ്റെ ജോലിക്കാർ ആ പശുവിനെ പിടിച്ചു കെട്ടി ധനികനെ വിവരം അറിയിച്ചു. ധനികൻ്റെ പേര് ആ പുസ്തകത്തിലില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ. ധനികൻ അവരോട് പറഞ്ഞു, അതിനെ കഴുത്തിറുക്കി കെട്ടാൻ പറഞ്ഞു. കഴുത്തിറുക്കി ഒരു മരത്തിൽ ചേർത്ത് കെട്ടി. ഒരു പശുവിൻ്റെ കഴുത്തിറുക്കി മരത്തിൽ ചേർത്ത് കെട്ടിയാൽ അത് ശബ്ദം ഉണ്ടാക്കും, മാന്തി പറിച്ചും ശബ്ദം ഉണ്ടാക്കി. ഈ ശബ്ദം കേട്ടുകൊടുത്തു. എൻ്റെ മക്കൾ കുടിക്കുന്ന കഞ്ഞിക്കകത്തുനിന്ന് അതിന് കഞ്ഞി കുടിക്കാൻ കൊടുത്തു. മക്കളും പശുക്കിടാവും കൂടെ വലിയ നഷ്ടം, ഞങ്ങൾ കൂലിവേല ചെയ്ത് തീർത്തോളാം, ദയവായി ഞങ്ങളുടെ പശുവിനെ അഴിച്ചുവിടണം. ഇത് കേട്ടതോടെ ധനികൻ അല്പം കൂടെ മുറുകി. അയാൾ പറഞ്ഞു, ഈ ദരിദ്ര കുടുംബത്തിൻ്റെ മുമ്പിലിട്ട് ജീവനോടെ പശുവിനെ തോലുരിക്കാൻ പറഞ്ഞു.
അങ്ങനെ ജീവനോടെ പശുവിനെ തോലുരിച്ചു. ഒരു പശുവിനെ തോലുരിക്കുന്നത് അത്രയും ശാപമാണോ എനിക്കറിഞ്ഞുകൂടാ. അത് തലയിട്ട് അടിച്ച് ആമറി ചത്തു. നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ദരിദ്ര കുടുംബം അവിടുന്ന് മാറി സ്ഥലം വിട്ട് ഇവിടെ പോയി. ധനികന് വേണ്ടിയിരുന്ന അത് തന്നെയാണ്. ധനികൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ടായി. 2 കുഞ്ഞുങ്ങൾക്കായി 4 കൊച്ചുമക്കളുണ്ടായി. 4 പേർക്കും കയ്യേലും കാലേലും വിരലില്ല, പശുവിൻ്റെ കുളമ്പുകൾ പോലെ പിളർന്നിരിക്കുന്നു. ഇത് കണ്ട നാട്ടുകാർ പറഞ്ഞു, ഇത് ആ വല്യപ്പൻ്റെ ബ്രാക്ക, ആ ദരിദ്രൻ്റെ ബ്രാക്കാണിത്. 4 കുഞ്ഞുങ്ങൾക്കും 4 കൈകാലുകൾ, 16 അവയവങ്ങൾ, വിരലില്ല, തേണ്ട പശുവിൻ്റെ നുകം പോലെ, കുളമ്പ് പോലെ പിളർന്ന കുളമ്പുകളാണ്. കുഞ്ഞുങ്ങളുടെ മേൽ വരുന്ന വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനത്തിൻ്റെ പുറകിൽ ശാപകാരണങ്ങളുണ്ട്. ഒരു വീട്ടിലെ 1ാമത്തെ കുഞ്ഞ് വികലാംഗനായി ജനിച്ചു എന്നിരിക്കട്ടെ, ഒന്നുകിൽ ആന്തരിക അവയവങ്ങളുടെ കുറവ്, ഇല്ലെങ്കിൽ ബാഹ്യ അവയവങ്ങളുടെ കുറവ്. ആ കുടുംബം അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള വിഷയം കേട്ട് കേഴ്സസിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് പ്രാർത്ഥിക്കാൻ വന്ന് വീണ്ടും ജനിച്ച കുഞ്ഞുങ്ങൾ അംഗഭംഗമില്ലാത്തവരായി ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, അങ്ങനെയുള്ള പലരെ കണ്ടിട്ടുണ്ട്. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം അതിന് ശാപം കൊണ്ടാകാം. അത് ശാപലക്ഷണങ്ങളിലൊന്നാണ്. 18 നെഗറ്റീവ് സൈക്കിൾസ് ആൻഡ് 19 പോസിറ്റീവ് സൈക്കിൾസ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരേ കാലഘട്ടത്തിനകത്ത് സംഭവിക്കുന്നതാണ്. ചിലർക്ക് ആണ്ടിലൊരിക്കൽ, ചിലർക്ക് 6 മാസത്തിലൊരിക്കൽ, ചിലർക്ക് 2 വർഷത്തിലൊരിക്കൽ ഒരു നെഗറ്റീവ്നെസ് ജീവിതത്തിലുണ്ടാകും, ഒരു കീഴ്ഗതി, ഒരു താഴ്ച. വേറെ ചിലർക്ക് ഇതുപോലെ തന്നെ ഇതേ കാലഘട്ടത്തിനകത്തൊരു മേൽഗതി ഉണ്ടാകും. ഇതിലെ മേൽഗതികൾ ഒരേ കാലഘട്ടം കൊണ്ട് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിനെ സൈക്കിൾ എന്ന് വിളിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണവും. കീഴ്ഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് ശാപത്തിൻ്റെ ലക്ഷണവുമാണ്. ഈ വർഷം ഒരാളിന് സീരിയസ് ആയ രോഗമാകാം, അടുത്ത വർഷം അപകടമാകാം, 3ാമത്തെ വർഷം വീട്ടിലൊരു മരണമാകാം, 4ാമത്തെ വർഷം ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തല്ലി പിരിയാകാം. ഇങ്ങനെ നെഗറ്റീവ്നെസ് ഒന്നിനു പുറകെ ഒന്നായി ഒരു കാലഘട്ടത്തിനകം ഉണ്ടായാൽ നെഗറ്റീവ് സൈക്കിൾ എന്ന് വിളിക്കും. നന്മകൾ ഉണ്ടായാൽ അതിനെ പോസിറ്റീവ് സൈക്കിൾ എന്ന് വിളിക്കും. ഇത് രണ്ടും അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. 20 മക്കൾ അന്യരാകുക, അതൊരു ശാപലക്ഷണമാണ്. ഒരു ഉദാഹരണം, ബാംഗ്ലൂർ പട്ടണത്തിൽ എനിക്ക് ഒരമ്മയും മോനും പലരുമുണ്ട്. അമ്മയും മോനും മാത്രമുള്ളവർ പലരുണ്ട്. അതിലെ ഒരു കുടുംബം, കുഞ്ഞിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് കേരളത്തിൽ വെച്ച് മരിച്ചു. കേരളത്തിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കുടുംബം പുലർത്തുവാൻ അമ്മയെ കൊണ്ടൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ മോനെ എവിടെയെങ്കിലും അടുക്കളയിൽ തേച്ച് കഴുകുകയൊക്കെ അല്ലാതെ ഇവർക്ക് വേറൊരു ജോലിയില്ല. അത് സ്വന്തക്കാരുടെ നടുവിൽ താമസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഒരു പ്രയാസം വന്നതുകൊണ്ട് രാജ്യം വിട്ടു പോകാൻ തീരുമാനിക്കുകയും അവരെ ബാംഗ്ലൂർ പട്ടണത്തിൽ വരികയും പല വീടുകളിൽ തേച്ച് കഴുകുകയും മറ്റും ഒക്കെ അവരുടെ കുഞ്ഞിനെ വളർത്തി. കുഞ്ഞ് നന്നായി പഠിച്ചു കളഞ്ഞു. അവനതിന് ശേഷം ഒരു ചെറിയ ജോലി കിട്ടി. അവനൊരു മോട്ടോർ സൈക്കിൾ സ്വന്തമായി വാങ്ങിച്ചു. അമ്മയുടെ മുഖത്തെ സംതൃപ്തി കാണണമായിരുന്നു. മോനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. ഒരിക്കൽ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ട് വന്നാണ്, ഒറ്റയ്ക്ക് തുഴഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. ചെറുക്കൻ അവൻ ആ മോട്ടോർ സൈക്കിളിൽ വരുന്നത് കാണാൻ എന്നെ ഗമയാണ്. പക്ഷേ അമ്മയ്ക്ക് ഒരു ചെറിയ സങ്കടമുണ്ട്, ഇവൻ എന്നെ കയറ്റുകയില്ല. അമ്മ കയറ്റത്തില്ല, അമ്മയെ കണ്ടാൽ അത്ര കൊള്ളുകയില്ല. കാര്യം ഇവന് വേണ്ടി അധ്വാനിച്ചതാണ്. അപ്പോൾ അവൻ്റെ സ്റ്റാറ്റസിന് അത് അത്ര പറ്റിയതല്ല. എന്നെ മാത്രം അവൻ കയറ്റത്തില്ല. സാരമില്ല പാസ്റ്ററെ, അവൻ എന്നെ കയറ്റണ്ട. അപ്പം അവനോട് ചോദിച്ചാൽ അവൻ പറയുന്നത്, പെണ്ണുങ്ങളെ കയറ്റി എനിക്ക് പരിചയമില്ല, താഴെ പോയാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് അമ്മയെ കയറ്റിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് മോൻ വിവാഹം കഴിച്ചു. ഞാൻ തന്നെയാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് അന്ന് കരഞ്ഞ നിലവിളി. അവൻ അമ്മയമ്മയെ കൊണ്ടുവരാൻ ബാലൻസ് ഉണ്ട്, എന്നെ കൊണ്ടുവരാൻ ബാലൻസ് ഇല്ല. എൻ്റെ മോൻ ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. ആ ഭാര്യയും അമ്മയമ്മയും പറയുന്നതാണ് കേൾക്കുന്നേ. മക്കൾ അന്യാധീനരാകുക. സാഹചര്യത്തിലോട്ട് വന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ നടത്തുന്ന ഓരോ വിവാഹത്തിലും പിള്ളേരോട് പറഞ്ഞ ഞാൻ വിടുന്നത്, വരരുതേ, ഇതുണ്ടാകരുത്. വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയും വളർത്തിക്കൊണ്ട് വന്നവരാ, ആണുപോലും പെണ്ണുപോലും. മക്കൾ അന്യാധീനരാകുന്നത് ശാപത്തിൻ്റെ കടുത്ത പടികളിൽ ഒന്നാണ്. അവൻ്റെ ജീവകാലം മുഴുവനും ഓർത്ത് നീറിക്കരയുന്ന ഒരു സങ്കടമായിരിക്കും അത് ശാപത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ആരെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതാണ് സദ്വർത്തമാനം. അടുത്തത് അകാരണമായ കടഭാരങ്ങൾ.
അങ്ങനെ കടഭാരം ഉണ്ടാകുന്നത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. ന്യായമായ കടങ്ങൾ ഉണ്ടാകാം, അത് കൊടുത്തു വീട്ടാനും കഴിയണം. അകാരണമായ കടഭാരങ്ങൾ ശാപത്തിൻ്റെ ലക്ഷണമാണ്. നീ വായ്പ വാങ്ങത്തില്ല, അത് ദൈവപ്രമാണമാണ്. നീ വായ്പ കൊടുക്കും, അത് ദൈവപ്രമാണമാണ്. 22, നമുക്ക് നന്മയ്ക്ക് പകരം തിന്മ ലഭിക്കുക. ഞാനൊരുത്തിന് ഗുണം ചെയ്താൽ അവൻ തിരിച്ച് ദോഷം ചെയ്തേച്ചേ പോകൂ. ആ ശാപം എൻ്റെ മേലുമുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഗുണം ചെയ്താൽ അവൻ തിരിച്ച് കഴിയുമെങ്കിൽ തിന്മ ചെയ്തേച്ചേ പോകത്തുള്ളൂ. പിന്നെ എൻ്റെ അപ്പൻ പറഞ്ഞു തന്ന ഒരു കൊച്ചു പ്രിൻസിപ്പിൾ എൻ്റെ അകത്തുണ്ട്. അപ്പം പറഞ്ഞു, നീ ഒരുത്തിന് ഗുണം ചെയ്താൽ അവൻ ദോഷം ചെയ്യുമെന്ന് ഓർത്തോണം. മലയാളിയാ, ചെയ്തിരിക്കും. പക്ഷേ അതുകൊണ്ട് ഗുണം സഹായം ചെയ്യുന്നത് നിർത്തരുത്. പിന്നെ ഒരു തത്വം ഓർത്തോണം. നീ ഒരുത്തിന് 10 രൂപയുടെ ഗുണം ചെയ്താൽ അവൻ 100 രൂപയുടെ ഉപദ്രവം ചെയ്യുമെന്ന് കരുതിയേ ചെയ്യാം. ഒരുത്തിന് 10 രൂപ കൊടുത്താൽ അവൻ 100 രൂപയുടെ ഉപദ്രവം ചെയ്യും. അഥവാ 90നെ ഉപദ്രവം ചെയ്തുള്ളെങ്കിൽ നീ സന്തോഷിക്കുമല്ലോ, അപ്പോൾ എന്നും സന്തോഷമായിരിക്കും. അതുകൊണ്ട് നീ 10 രൂപയുടെ ഗുണം ചെയ്താൽ അവൻ 100 രൂപയുടെ ഉപദ്രവം വരുത്തും എന്ന് ഓർത്തുകൊണ്ട് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നന്മയ്ക്ക് പകരം തിന്മ പകരം കിട്ടുന്നത് നമ്മുടെ മേലുള്ള ശാപത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് അതുണ്ട്. എവിടെയെങ്കിലും ഇന്നത് പൊട്ടിക്കിട്ടിയാൽ കർത്താവിന് സ്തോത്രം. ഇന്നെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ അത് പൊട്ടിക്കിട്ടിയാൽ സ്തോത്രം. 23, അധ്വാന ഫലം നഷ്ടമാകുക. നാം ഒരുപാട് പ്രയത്നിച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നതാണ്, പക്ഷെ അധ്വാന ഫലം നഷ്ടമാകുക. ഫലം പൊഴിഞ്ഞു പോവുക എന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. ഫലം പൊഴിഞ്ഞു പോവുക. അത് സീസണൽ ക്രോപ്സ്, തൽക്കാലത്തേക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, നിലനിൽക്കുന്ന നഷ്ടങ്ങൾ. അതായത് ഫലവൃക്ഷങ്ങൾ, വേദപുസ്തക ഭാഷയിൽ ഫലവൃക്ഷങ്ങൾ നഷ്ടമാകുക, നിലനിൽക്കുന്നത്. ഇത് രണ്ടും 24, 25 അത് ഫലം നഷ്ടമാകുന്നതാണ്. അടുത്തത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, ഞാൻ ഓൾറെഡി തൊട്ടതാണ്. ഇമോഷണൽ ഇംബാലൻസ്, ഞാൻ അതും തൊട്ടതാണ്. അടുത്തത് ആഹാരം രുചികരമായി ഉണ്ടാക്കുക, അല്ലെങ്കിൽ രുചികരമല്ലാതെ ഉണ്ടാക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ചിലരുടെ കൈ കൊണ്ട് പാൽ ഒഴിച്ചാൽ തൈരാകത്തില്ല, കൂടത്തില്ലെന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ഇന്ന് പൊട്ടും, ഈ ദിവസങ്ങളിൽ അത് പൊട്ടിച്ചെടുക്കും. അത് ദാറ്റ്സ് ഓൾ സിമ്പിൾ, വളരെ സിമ്പിളാണ്. ചിലരുടെ കൈ കൊണ്ട് എന്താഹാരം ഉണ്ടാക്കിയാലും രുചി കാണുകയില്ല. എന്താഹാരം ഉണ്ടാക്കിയാലും ചിലയിടത്തുനിന്ന് ചായ കുടിച്ചത് ചായയാണോ കാപ്പിയാണോ, ചാപ്പിയാന്ന് പറഞ്ഞു പോകുന്നത് ഓർമ്മയുണ്ട്. രണ്ടും കൂടെ ചേർന്ന് ഒരു മിശ്രിതം എന്നാണെന്നൊന്നും ഒരു പിടിയും കിട്ടുകയില്ല. കാര്യം അറിയാവുന്ന വീടുകളിൽ ആരെങ്കിലും ഉണ്ടാക്കി തന്നതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചായയുമല്ല കാപ്പിയുമല്ല, അങ്ങനെയൊക്കെ വരും. ഞാനൊരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ചിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, പേര് പറയുന്നില്ല, എനിക്ക് പേര് ഓർമ്മയുണ്ട്. ആ അങ്കിള് ഗവൺമെൻറ് അണ്ടർ സെക്രട്ടറിയാണ്, കർണാടക ഗവൺമെൻറ് അണ്ടർ സെക്രട്ടറി ആയിരുന്നു. ഒരു നല്ല സ്റ്റാറ്റസാണ്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു മോനുമാണ്. 3 പേരും മാസ്റ്റേഴ്സ് ഡിഗ്രി വരെ പഠിച്ചു. മോൻ എഞ്ചിനീയറാണ്. എനിക്ക് തോന്നുന്നത് 3 പേരും എഞ്ചിനീയേഴ്സാണ്, എഞ്ചിനീയറിങ് പഠിച്ചു. മൂത്ത മോന് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. അവന് ബിൽഡിങ്ങുകൾ കോൺട്രാക്റ്റിനെടുത്ത് ബിസിനസ് നടത്തുക. അപ്പൻ അണ്ടർ സെക്രട്ടറി ആയതുകൊണ്ട് മോൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കോൺട്രാക്റ്റ് വരും. അത് അപ്പൻ ഒപ്പിച്ച് കൊടുത്തോളൂ, അത് നല്ല ലാഭമാണ്. അവൻ കല്യാണം കഴിക്കുന്ന പ്രായമായി. അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതും ഒരു എഞ്ചിനീയർ മോളായാണ്. ഈ മോള് ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ സംതിങ് ഒരു നമുക്കിവിടെ 4 വേലക്കാരെ വിളിച്ച് നിർത്താൻ കുഴപ്പമില്ല, പക്ഷേ ഞങ്ങളാരും ഇത് കഴിക്കത്തില്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കൈ കൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചേ പറ്റൂ. മരുമോള് സ്നേഹത്തോടെ അപ്പനോട് പറഞ്ഞ, അപ്പച്ചന് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം. ഇപ്പോഴെനിക്ക് പറ്റിയത്, ഞാൻ ഉണ്ടായേ പിന്നെ അടുക്കളയിൽ കയറുന്ന ഇവിടെ വന്നിട്ടാണ്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്, അവിടെ ഇതിൻ്റെ ആവശ്യം വന്നില്ല. ഇപ്പോൾ എനിക്ക് വിവാഹത്തെ തുടർന്ന് 3 മാസത്തിൻ്റെ അവധിയുണ്ട്. ഞാനിതുകൊണ്ട് കുക്കിംഗ് പഠിച്ചോളാം, രുചികരമായ ആഹാരം ഉണ്ടാക്കി അപ്പച്ചന് തരാം. എന്നെ ജോലിക്ക് വിടണം, എനിക്ക് ജോലി ചെയ്യണമെന്നുള്ളത് എൻ്റെ താല്പര്യം. അയാൾ പറഞ്ഞു, മോളെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ജോലി ചെയ്യുന്നത് രണ്ടാമത്തേത്. നിൻ്റെ ഭർത്താവ് ഒരു ദിവസം ഉണ്ടാക്കുന്ന വരുമാനം നിനക്ക് 1 മാസത്തെ ശമ്പളം കിട്ടത്തില്ല. അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നീ ഇവിടെ നിന്ന പോരെ, ആഹാരം ഉണ്ടാക്കാൻ പഠിക്കുക, അതാ വലുത്, നിനക്ക് അതാ വേണ്ടിയത്. പെണ്ണ് സമ്മതിക്കത്തില്ല, എനിക്ക് ജോലിക്ക് പോകണം, 3 മാസം കൊണ്ട് പഠിച്ചോളാം. ഒരാഴ്ച പഠിച്ചപ്പോഴത്തേക്ക് അവൾ ഉണ്ടാക്കുന്നത് ഒന്നും കൊള്ളുകയില്ലെന്നായി. അപ്പം വീട്ടുകാർ ചേർന്നൊരു തീരുമാനമെടുത്തു, ഒരു ദിവസം ഒരു ഡിഷ് ഈ പെണ്ണുണ്ടാക്കും. ഇവൾ ഒരു മീൻകറി വെക്കുകയാണെങ്കിൽ അവൾ മീൻകറി വെക്കും, വേറെ ആരും ആ മീൻകറിയെ തൊടാൻ പോകത്തില്ല. വേറെ ഒരു കറിയും വെക്കാൻ അവളെ സമ്മതിക്കത്തുമില്ല. നേരത്തിനത് കൂട്ടാൻ കൊള്ളുകയില്ലാത്തതുകൊണ്ട് ഇതെടുത്ത് കളഞ്ഞു വെച്ച് ബാക്കി കറി കൂട്ടി കഴിക്കാം. ഇങ്ങനൊരു സിസ്റ്റമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അവൾക്ക് ഇറച്ചി വേവിക്കുന്ന കടമ വന്നത്, കോഴി ഉണ്ടാക്കുക. അവൾ ചിക്കൻ ഉണ്ടാക്കി.
എരി കൊണ്ട് അതിൻ്റെ അടുത്തൂടെ പോകത്തില്ല. ഇവിടെ ചിക്കൻ ഉണ്ടാക്കി, അത് ഒരു പ്രാവശ്യം എരിയിടും, അമ്മയെ വിളിക്കും ഫോണിൽ, അമ്മേ ഇന്ന പരുവമായി, ഇനി എന്നാ വേണം, അപ്പോൾ അമ്മ വരെ ഇന്നത് ചെയ്യാൻ. അങ്ങനെ ഒരു 3 പ്രാവശ്യം മുളക് ഇട്ടതാണ്. അമ്മ ആദ്യം പറഞ്ഞ് മറന്നു പോയിച്ച് പിന്നെയും പറഞ്ഞ്, അല്ലേ പെണ്ണ് ആദ്യം പറഞ്ഞത് ഓർക്കാതെ പിന്നെ ഇട്ടു. 3 പ്രാവശ്യം മുളക് ഇട്ടു. കഴിക്കാൻ കൊള്ളുകയില്ല. ആദ്യമേ ആരോ ഒരാൾ ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് തൊട്ടേച്ച് പറഞ്ഞാൽ ഒത്തു എന്ന് പറഞ്ഞത് മാറ്റി വെച്ചു. ആ പരുവത്തിനാണ് എൻ്റെ ഇളയ മോൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അന്ന് ഈ പുള്ളിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ല അന്ന്, അതിന് മുമ്പാണ്. എന്തോ ഞങ്ങളുടെ ഇംഗ്ലീഷ് ചർച്ചിലാണ് ഇവിടെ ഭർത്താവ് വരുന്നത്, അതുകൊണ്ട് അവനോട് എന്തോ കാര്യം പറയാൻ വേണ്ടി ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററായ ഇളയ മോനെ അവനോടെ കയറി ചെന്നു. പാസ്റ്ററെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവനും കൂടി ഇരുന്നു. ആദ്യം ചിക്കനാണ് എടുത്ത് കടിച്ചത്. ഇത് ആരാ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. ചോദിക്കരുതാത്തൊരു ചോദ്യമാണ്, ഇത് ആരാ ഉണ്ടാക്കിയത്? അവരെല്ലാം കൂടെ ഞങ്ങളുടെ എഞ്ചിനീയർ ഉണ്ടാക്കിയതാണ്. അപ്പം മോളെന്നുള്ള സ്ഥാനം അങ്ങ് മാറി, ഞങ്ങളുടെ എഞ്ചിനീയർ. ആ പെണ്ണ് മാത്രം കരഞ്ഞു, ബാക്കി എല്ലാവരും കൂടെ ചിരിച്ചു. ഇവനെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നു, കരുതങ്ങ് കടിച്ചുപോയി. അത് മാറ്റി വെച്ചേച്ച് എല്ലാവരും പറഞ്ഞ് മാറ്റിയേക്കാൻ പറഞ്ഞ് മാറ്റി. ബാക്കിയെല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവനെ പെണ്ണോട് പറഞ്ഞു വരാൻ പറഞ്ഞു, നിൻ്റെ തലയിലോട്ടൊരു സ്കാർഫ് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ പെണ്ണ് പിന്നെ എന്നോട് പറഞ്ഞത് പാസ്റ്ററുടെ കോട്ടായ കിട്ടാനുണ്ടായിരുന്നു, അതിന് വേണ്ടി വിളിച്ചു എന്നാണ് ഓർത്തത്. തലയിൽ സ്കാർഫും കെട്ടിക്കൊണ്ട് ചെന്നു. അവനെ കൈ തലയിലോട്ട് വെച്ച് പറഞ്ഞു, നിൻ്റെ മാവ് കുഴിക്കുന്ന തൊട്ടിയും നിൻ്റെ കൊട്ടയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന വ്യവസ്ഥ പ്രകാരം ഇന്നു മുതൽ ഇവളുടെ കുക്കിംഗ് സ്റ്റാൻഡേർഡ് മാറാം. കുക്ക് ചെയ്യാൻ കഴിയാതെ വണ്ണം വരിക്കുന്ന ശാപത്തിൻ്റെ കെട്ടിനെ ഞാൻ ഇവിടം കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഒരു കഥയും അറിയാതെ അവനവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അങ്കിൾ ഗവൺമെൻറ് അണ്ടർ സെക്രട്ടറി വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, സാറേ നിങ്ങളുടെ ഇളയ മോൻ ഒരു വിശേഷപ്പെട്ട ചെറുക്കനാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി സാറേ? ഞങ്ങളുടെ വീട്ടിൽ ലഞ്ച് കഴിക്കാമെന്നറിയാം. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ പാസ്റ്റർ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അന്ന് വൈകുന്നേരം മുതൽ എൻ്റെ മരുമകളെപ്പോലെ രുചികരമായി ആഹാരം കുക്ക് ചെയ്യുന്ന ഒരാൾ വീട്ടിലില്ല. ബാക്കി എല്ലാവരേക്കാളും അവൾ മേളിലാണ്. അന്ന് വൈകുന്നേരം മുതൽ ഓവർ നൈറ്റ്, നോട്ട് ഈവൻ നൈറ്റ്, ഫ്യൂ അവേഴ്സ് ചേഞ്ച്. യോഗ്യമായി ആഹാരം ഉണ്ടാക്കാൻ കഴിയണം. നിൻ്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയോ നിൻ്റെ കൊട്ടയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് കഴിയാതെ പോകുന്നത് ശാപത്തിൻ്റെ ലക്ഷണവും അത് കഴിയുന്നത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണവുമാണ്. ഈ അങ്കിൾ പിന്നത്തേതിൽ രക്ഷിക്കപ്പെട്ടു. ഈ സംഭവം നടക്കുമ്പോഴൊന്നും അങ്കിൾ രക്ഷിക്കപ്പെട്ടതല്ല. അങ്കിളിന് വൈകിട്ടുമായിട്ട് അരിച്ചര കുടിക്കണം, കുടിച്ചില്ലേ അങ്കിൾ ശരിയാകില്ല. ആ കാരണത്താൽ നമ്മൾ ചേർക്കത്തുമില്ല, സ്നാനപ്പെടുത്തത്തുമില്ല. അങ്ങനെ അങ്കിൾ സ്നാനപ്പെടാതെ നടക്കുക. ഒരിക്കൽ സാമച്ചൻ പാസ്റ്റർ ചർച്ച വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാം ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. എല്ലാവരും കൂടെ ആരാധനയ്ക്ക് ഇരിക്കുക. നമ്മുടെ ചർച്ചിന് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ വെളിയിൽ നോക്കിയാൽ കാണത്തില്ല. ഇദ്ദേഹം വെളിയിൽ വന്ന് ഇവിടെ എന്നായി എന്ന് അറിയാൻ വേണ്ടി ശബ്ദം മാത്രം കേട്ട്, കാണത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല. അവിടെ നിൽക്കുമ്പോഴാണ് സാമച്ചൻ അകത്തു നിന്നൊരു വിളിച്ച്, നീല നിറത്തിലുള്ള സഫാരി ഇട്ട സെബാസ്റ്റ്യൻ, ഞാനിതുവരെയും പേര് പറഞ്ഞില്ല, ഇപ്പോൾ പേര് വന്നു, സെബാസ്റ്റ്യൻ, നീയും പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ അകത്തു വരും. നിൻ്റെ ആയുസ് വളരെ ചുരുക്കമായതുകൊണ്ട് വേഗം വരണം. കഥവ് തുറന്ന് സെബാസ്റ്റ്യനകത്ത് കയറി, നീല സഫാരി ഇട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് സഭ ആകെ ഞെട്ടിയത്. സെബാസ്റ്റ്യൻ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് പറഞ്ഞു, എനിക്ക് ഉടൻ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, സാറേ ആ മദ്യപാന സ്വഭാവം, സാറേ സാമച്ചൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴേ നിർത്തി. ആ ശബ്ദം കേട്ടപ്പോൾ കള്ളു വേണ്ടെന്ന് എനിക്കൊരു തോന്നൽ. പിന്നെ കുടിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ആയുസ് ചുരുക്കമാണെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ ഞാൻ ഒരു ബയോപ്സി റിസൾട്ട് വന്നപ്പം ക്യാൻസറാണ്. തീർന്നു, വെടി തീരാറായി. അതിനു മുമ്പേ എനിക്കൊന്ന് മുങ്ങണം. ഞാൻ ആ സ്നാനപ്പെടുത്തിയത് ഏതാണ്ട് 3 മാസം കൂടെ പോയി. സെബാസ്റ്റ്യൻ തീർന്നു. അദ്ദേഹത്തിന് കുറഞ്ഞ പക്ഷം ആ ഒടുവിലത്തെ ദിവസങ്ങളിലെങ്കിലും മുന്നോട്ട് വരുവാൻ വഴി തെളിച്ചതിൽ ഒന്ന് ഈ കേഴ്സ് ബ്രേക്കിങ്ങാണ്. ഈ കേഴ്സ് ബ്രേക്കിംഗ് ആണ്. ഒരു ഓർഗനൈസ്ഡ് കേഴ്സ് ബ്രേക്കിംഗ് ഒന്നും അല്ല. അദ്ദേഹത്തിൻ്റെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഓക്കെ, നിൻ്റെ മാവ് ഒഴുക്കുന്ന തൊട്ടി. ചില വീട്ടിലെ ക്ലോക്ക് സ്ലോയാണ്. എന്നാ ചെയ്യണമെന്ന് ഓർത്താലും 1 മണിക്കൂർ ലേറ്റാണ്. സഭായോഗത്തിനൊക്കെ പോകാനാണെങ്കിൽ ചോദിക്കാൻ വേണ്ട, ലേറ്റാണ്. നിങ്ങളുടെ ക്ലോക്ക് ഫാസ്റ്റാക്കി എടുക്കാൻ, അക്ഷരികമായി ഓടുന്ന ക്ലോക്കല്ല, നമ്മുടെ അകത്തെ ക്ലോക്ക് നന്നാക്കി എടുക്കാൻ ഒറ്റ കേഴ്സ് ബ്രേക്കിങ് മതി. അതോടെ ശരിയാവും. ഞാൻ പറഞ്ഞ ഒത്തിരി പ്രാക്ടിക്കൽ പോയിൻറ്റ്സുകളിൽ ഞാൻ പോവുക, ഒത്തിരി പ്രാക്ടിക്കൽ പോയിൻറ്റ്സുകളിൽ. ഓക്കെ, ആവർത്തന പുസ്തകം 32-12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ
നിന്നെ ഞാൻ പോഷിപ്പിക്കുന്നത്. ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിച്ചു നല്ലത്. 32:12 മുതൽ 14 വരെ. ആവർത്തന പുസ്തകം 32:12 മുതൽ 14 വരെ. അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ലക്ഷണങ്ങളിലൂടെ ഞാൻ പോകുന്നത്. യഹോവ തന്നെ അവനെ നടത്തി. ആരുടെ കാര്യമായി പറയുന്നത്? ഇസ്രായേലിൻ്റെ കാര്യമാണ്. യഹോവ തന്നെ അവനെ നടത്തി, അന്യദേവന്മാരിൽ ആരും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ വായിച്ചു. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. പിന്നെ നിൽക്കട്ടെ, പാറയിൽ നിന്നുള്ള തേനും. ഒന്ന് തൊടാൻ പോവാം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് തേൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും മധുരമുള്ളതാണല്ലോ തേൻ. മറിക്കരുത്. അതിനകത്തെ പാറയിൽ നിന്നുള്ള തേൻ. 2 രീതികളിലാണ് അവിടെ തേൻ കിട്ടുന്നത്. ഒന്ന്, പാറയുടെ വിള്ളലിൽ നിന്ന് തേൻ എടുക്കും. 2, എലി പൊനമുണ്ടാക്കുന്നതിനകത്ത് ഈച്ച കൊണ്ട് കൂട് വെക്കും. എലിപ്പനത്തിൽ നിന്ന് എടുക്കുന്ന തേൻ എത്ര അരിച്ചാലും കല്ല് കടിക്കും. അടുത്ത പറഞ്ഞാൽ അത് ജാതികൾക്ക് കൂടെ, അതും തേനാ, അത് ജാതിക്ക് കൂടെ. നിനക്ക് തരുന്നത് പാറയിലെ തേൻ തരും. അടുത്തത്, തീക്കല്ലിൽ നിന്ന് എണ്ണയും. സാധാരണ എണ്ണ കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താനല്ല, ഒന്നുകൂടെ ശുദ്ധി ചെയ്തെടുത്തത്, മോസ്റ്റ് റിഫൈൻഡ് തീക്കല്ലിൽ നിന്ന് എടുത്ത എണ്ണയും. മറ്റേ എണ്ണ മറ്റോന് കൂടെ, എൻ്റെ ജനത്തിനിത്. പിന്നെ പശുക്കളുടെ വെണ്ണ പലതിൻ്റേത് കിട്ടും. എരുമയുടെയും ഒട്ടകത്തിൻ്റെയും വെണ്ണ പോലെയല്ല പശുവിൻ്റേൽ. അത് വെണ്ണയിൽ ഏറ്റവും നല്ലത് പശുവിൻ്റെ വെണ്ണയാണ്, പശുക്കളുടെ വെണ്ണയും. പിന്നെ പാല് തരുന്ന മൃഗങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും കുടിക്കാൻ ഏറ്റവും നല്ലത് ആട്ടുംപാല, ആടിൻ്റെ പാലും. പിന്നെ ആട്ടിൻ കുട്ടിയുടെ മേധസ്, ചുമ്മാ ഉള്ള കൊഴുപ്പെല്ലാം കൂടെ തിന്നരുത്, കൊളസ്ട്രോൾ അടിക്കുമെന്ന് പറയും. പക്ഷെ ആട്ടിൻ കുട്ടിയുടെ മേധസ്സിന് രുചിയാണ് കൂടുതൽ, ബാഡ് കൊളസ്ട്രോൾ അല്ല. ആട്ടിൻ കുട്ടിയുടെ മേധസ്സിനെയും. പിന്നെ ബാഷാനിലെ ആടുകൾ, അതിനാണ് ഏറ്റവും ഇറച്ചി കൂടുതലുള്ളത്. ആടിറച്ചി വാങ്ങിക്കുന്നവർക്കറിയാം എല്ലാ കൂടുതലുള്ളത്. പക്ഷെ ബാഷാന്യ ആടുകൾ കൊഴുത്തതായതുകൊണ്ട് അതിനകത്ത് ഇറച്ചി കൂടുതലുണ്ട്. ചുമ്മാ ആട്ടിറച്ചി തരുമെന്നല്ല, വെണ്ണ തരുമെന്നല്ല, പാല് തരുമെന്നല്ല, നിനക്ക് തരുന്നത് ചോയ്സ് വെറൈറ്റിയാണ്. ദൈവവേദലിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗം അതാണ്. നിനക്ക് തരുന്നത് ചോയ്സ് വെറൈറ്റിയാണ്. ആവറേജ് ആൻഡ് ഓർഡിനറി എടുത്ത് മറ്റുള്ളവന് കൂടെ ഞാൻ നിന്നെ പോഷിപ്പിക്കുന്നത്. അതിൻ്റെ പുറത്തെ പാളികൾ പൊടിഞ്ഞു വരുന്നത് ഓർഡിനറി ആട്ടയായിട്ട് വിൽക്കും. അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് കോസ്റ്റ്ലി ആൻഡ് സ്പെഷ്യൽ ആട്ടയായിട്ട് വിൽക്കും. ആദ്യത്തേതിന് 25 രൂപ വിലയുണ്ടെങ്കിൽ രണ്ടാമത്തേതിന് 75 രൂപ വില കാണും. 3 ഇരട്ടി വിലയാണ്. നിനക്ക് കോതമ്പിൻ്റെ പുറത്തെ സാധനം വേണ്ട, നിനക്ക് കാമ്പ് തരാം, നിനക്ക് നല്ലത്. എ സിലക്ഷൻ ഇൻ എവ്രിതിങ്. ഇന്നിതിനകത്തിരിക്കും ദൈവവേദനെ അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെടാത്തവനും, ശപിക്കപ്പെട്ടവനല്ല, അനുഗ്രഹിക്കപ്പെടാത്തവനും അനുഗ്രഹിക്കപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം സിലക്റ്റഡ് ക്വാളിറ്റി നിനക്ക് തരും. സിസ്റ്റർ ഇരുന്നാട്ട് നിനക്ക് തരും. ഈ എല്ലാറ്റിനകത്തും സിലക്റ്റഡ് ക്വാളിറ്റി. ജാതികളുടെ സമ്പത്ത് യഹോവയുടെ ആലയത്തിൽ വരണമെന്നുള്ളത് അപ്പുറമാണ് നമുക്ക് കിട്ടുന്നത്. ഓവർ ഹെഡ് പ്രൊജക്ടർ 3.5 കിലോ ലൂമിനൻസ് വരെ അതിന് കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് 2 എണ്ണം വേണം. 2500 കസേറയാ ഒരു സെക്ഷനിൽ. 4 എണ്ണം വെക്കാം, 6 എണ്ണം വെക്കാം എന്നൊക്കെ ഇങ്ങനെ പല ഐഡിയ പറയുമ്പോഴാണ് ഒരു സഹോദരൻ മുന്നോട്ട് വന്നു. അദ്ദേഹം അക്രൈസ്തവ മാർഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരഭ്യസ്ത വിദ്യന്. അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു 4-5 ദിവസത്തെ ടൈം താ, അത് കഴിയുമ്പോൾ ഞാൻ ഫൈനൽ വാക്ക് പറയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്യാമറ ഇതുകൊണ്ട് തന്നെ, നമ്മുടെ പ്രൊജക്ടർ കൊണ്ട് തന്നെ ആവശ്യത്തിന് ഇല്യൂമിനേഷൻ കിട്ടും. ഒരു സാറേ ഇതിന് ഇത്രയും വിധിച്ചിട്ടുള്ളൂ. അത് ഉണ്ടാക്കിയവൻ പറഞ്ഞതല്ലേ, ഞാനൊന്ന് നോക്കട്ടെ, ഒരു ട്രയൽ. 4ാമത്തെ ദിവസം അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമുമായി പുറത്തു വന്നു. കളർ കോമ്പിനേഷൻ ആൻഡ് കോൺട്രാസ്റ്റ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വം. 48K ആയിരുന്നു കളർ കോമ്പിനേഷൻ അവരുടെ. അത്രയും കളറുകളുണ്ട്. ഈ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ലൈറ്റിനെ പലതായി സ്പ്ലിറ്റ് ചെയ്യുക. അതിനകത്തെ കളർ കോമ്പിനേഷനും കോൺട്രാസ്റ്റും കൂടെ എടുത്താൽ പ്രൊജക്റ്റ് ചെയ്താൽ മതി. അവസാനം ഞങ്ങൾക്ക് 2.5 കിലോ ലൂമിനൻസിൻ്റെ 2 പ്രൊജക്ടർ വെച്ചാൽ ക്ലീനായിട്ട് കാണാറ്. കൈ കിട്ടിയത് ജാതികളുടെ സമ്പത്താണ്, കാശല്ല, ടെക്നോളജി. ജാതികളുടെ സമ്പത്താണ് ഞങ്ങളുടെ കൈ വന്നത്. ഇന്നും നമ്മുടെ മീഡിയയുടെ നല്ല ഭാഗങ്ങൾ നോക്കുന്നത്, ഞങ്ങളുടെ അക്കൗണ്ടൻസിയുടെ നല്ല ഭാഗം നോക്കുന്നത് അക്രൈസ്തവ മാർഗങ്ങളിൽ നിന്ന് വന്നവർ. ജാതികളുടെ യാതൊരു പണിയും സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടില്ല. യാതൊരു പണിയും സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടില്ല. ഇതെല്ലാം ഏൽപ്പിച്ച് കഴിഞ്ഞേച്ച് തമ്പുരാൻ പറഞ്ഞു നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല. ഞാൻ ഭയപ്പിച്ച് കഴിഞ്ഞേച്ച് തമ്പുരാൻ പറഞ്ഞു നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല.
തന്ന ഞാൻ ഭയങ്കര വലിപ്പമുള്ളവനാണ്. അപ്പം എൻ്റെ വലിപ്പത്തിന് ഒത്തവണ്ണമാണ് നിൻ്റെ മേലൊരു പകർച്ചുള്ളവനാണ്. അപ്പം എൻ്റെ വലിപ്പത്തിന് ഒത്തവണ്ണമാണ് നിൻ്റെ മേലൊരു പകർച്ച പകർന്നത്. ഭാര്യ ഭർത്താവാകി ആക്ട് ചെയ്യേണ്ടി വരും. ഉള്ളിൽ അവൾ ഭരിക്കും. തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. കുറിച്ച് പറയുന്നത് ഭ്രാന്തും അന്ധത സമയത്ത് തപ്പി നടക്കും. എന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകയില്ല. എങ്കിലും അതിൽ പാർക്കയില്ല, അത് തിന്നും. നീ അധ്വാനം നമുക്ക് കിട്ടുന്നോ വെളിയിൽ പോന്നോ? ഇത് ഒരു നിൻ്റെ അധ്വാന ഫലം നീ തിന്നണം. നേരം ഒത്തിരിയായി അല്ലേ? നമുക്ക് 6 മണിക്ക് നിർത്താം. അതുവരെ കൊണ്ട് ഞാൻ ഈ ലക്ഷണങ്ങൾ പറഞ്ഞു തീർക്കും. 1-2 ചെറിയ കാര്യം കൂടെ പറഞ്ഞു തീർക്കും. നാളെ കുറച്ചുകൂടെ ഗൗരവമായി ഇതിലേക്ക് നമ്മൾ മാറും. ഇവിടെ ഡയറക്ടറായി ജോലി ചെയ്ത കേരളയുടെ ഡയറക്ടറാണ് ആയിരുന്നു. ഇപ്പം അദ്ദേഹം ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ജോലി രാജിവെച്ച് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി. ഐസക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഭയങ്കര ആസ്മാറ്റിക് പേഷ്യൻ്റാണ്. ഇയാൾ കുറച്ച് നാൾ സ്പോർട്സ്മാൻ ആയിരുന്നു. പക്ഷേ രാവിലെ 5 മണിക്കൊക്കെ സ്പോർട്സ്മാൻ ഗ്രൗണ്ടിൽ കാണണം, ഓടാനും കളിക്കാനും. ഇവൻ 8 മണിക്ക് മുമ്പ് എഴുന്നേക്കാനൊക്കത്തില്ല. എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആസ്മ കൊണ്ട് വയ്യ. പക്ഷെ ഇതിനോടകം ഇവൻ സ്പോർട്സിൽ ഒരുപാട് കിളന്നതുകൊണ്ട് 9-ന് വന്നാലും മതി, ഇവനെ പറഞ്ഞു വിട്ടാൽ നമുക്ക് ഇതുപോലെ വേറൊരാളില്ല എന്ന് പറഞ്ഞ് എയർഫോഴ്സിലായിരുന്നു അവനും. ഞങ്ങൾ കൈ തൊട്ടിട്ടോ പച്ചവെള്ളത്തിൽ കൈ കുടിക്കുകയോ ചെയ്താൽ ആസ്മ അങ്ങ് ഇളകും. കൈ തൊടാനൊക്കത്തില്ല. 13 നീണ്ട വർഷം പച്ചവെള്ളത്തിൽ തൊടാനൊക്കത്തില്ല. ഒരു ഫെബ്രുവരി മാസത്തിൽ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെട്ടു. നീ ചൊവ്വേ രാവിലെ വെളുപ്പിന് ഒരു 5 മണിയോടുകൂടി എഴുന്നേറ്റ് വീട്ടിൽ വന്നു. ഐസക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഇത് മഹാത്ഭുതം. ഐസക്ക് 2-3 മോതിരവും എന്തുവാ കയ്യിൽ ഒരു വളയോ കടുക്കനോ എന്നതൊക്കെയാണ്. ഇതെല്ലാം കൊണ്ടേ അവൻ നടക്കുകയുള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ഐസക്ക് ഞാൻ ഉഴപ്പി നടക്കുക. ഇത് ചൊവ്വേ മുങ്ങണമെന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇതെല്ലാം പൊക്കിക്കൊണ്ടിരാനല്ല, മുങ്ങണം. ഐസക്ക് ഒരു 5 മണി കഴിഞ്ഞതോടെ വീട്ടിൽ വന്നു, ഐസക്കും ഭാര്യയുമായിട്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഞാൻ ഇങ്ങനൊരു ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു, ഐസക്കെ നീ 5 മണിക്ക് എഴുന്നേറ്റു, അത് തന്നെ ഭയങ്കരം. അപ്പോൾ ഇന്ന് നീ എങ്ങനെ കിടന്നുറങ്ങും? എന്നോട് പറഞ്ഞു, ഞാൻ അതല്ല വന്നത്, ചൊവ്വേ മുങ്ങുകയെന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഞാൻ പറഞ്ഞിടോ, ഈ കണ്ട അഴുക്ക് മൊത്തം അഴിച്ച് കളയണം. ഇത് കളഞ്ഞേച്ച് ചൊവ്വേ നേരെ സ്നാനപ്പെടണം. കുളം നിറഞ്ഞു കിടക്കുക. പക്ഷെ അവസാനം ഞാൻ അവരുടെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളെന്തോ പറയുന്നത്? അച്ചായൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഇതുവരെ ആസ്മ വലിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്ന വഴിക്കുന്നു സ്കൂട്ടർ ഞാൻ മുക്കാം. എന്നിട്ട് ഐസക്കെ ഉച്ച കഴിഞ്ഞാട്ടിടൂ, ഒരല്പം കൂടെ ചൂടാകട്ടെ. കാര്യം നീ കിടന്ന് വലിക്കുന്ന ഞാനും കൂടെ കാണണ്ടേ. അല്പം ഒന്ന് ചൂടാകട്ടെ, അതോടുകൂടെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി ഇതിനകത്ത് ഒഴിക്കാം. ഐസക്ക് എന്നോട് അങ്ങ് മുഷിഞ്ഞു. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നതല്ല. എൻ്റെ മുഖത്തൊന്ന് ഗൗരവമായി നോക്കേണ്ടി. എനിക്ക് തൻ്റെ അദ്വൈതം കേൾക്കാനല്ല ഞാൻ വന്നേ, എനിക്ക് ചൊവ്വേ മുങ്ങണം അതിന് വന്നാ. ഞാൻ പറഞ്ഞു, പാടാ മുങ്ങ. 6 മണി നിൻ്റെ റിസ്ക്കാ. സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റിസ്ക്കാ. ഐസക്ക് പറഞ്ഞ വാചകം, മുങ്ങുന്ന ഐസക്കിന് ആസ്മ ഉണ്ട്, പൊങ്ങുന്ന ഐസക്കിന് കാണത്തില്ല. ഐസക്കിൻ്റെ കാര്യമാണ്. അറിയാമോ അദ്ദേഹത്തെ? അറിയാം? ഇല്ല. ഓക്കെ. ജി ഐസക് നമ്മുടെ സ്പോർട്സ് അതോറിറ്റിയുടെ ഡയറക്ടറായി ട്രിവാൻഡ്രത്തിരുന്ന അതെ, രണ്ട് മക്കളുണ്ട്. 2 പേരും ഡോക്ടേഴ്സാണ്. അവരെല്ലാം അമേരിക്കയിൽ സെറ്റിൽഡാണ് ഇപ്പോഴും. അതുകൊണ്ട് ഐസക്കും അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഞാൻ കണ്ടതാണ്, മുങ്ങുന്ന ഐസക്കിന് ആസ്മ ഉണ്ട്, പൊങ്ങുന്ന ഐസക്കിന് ആസ്മ ഇല്ല. 13 നീണ്ട വർഷം പച്ചവെള്ളം തൊടാഞ്ഞ മനുഷ്യൻ പച്ചവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. അത് ചിലരോട് ചില കണ്ടീഷനിൽ ദൈവം ഇടപെടുന്നതാണ്. ഈ കേഴ്സ് ബ്രേക്കോട് ചേർന്ന് ചിലരെ തമ്പുരാൻ തൊടും. ഐസക്ക് കേഴ്സ് ബ്രേക്കിങ്ങിലൊന്നും വന്നതല്ലേ, എന്നെ വഴക്കം പറയാൻ ചിറങ്ങിയതാണ്. പക്ഷേ ആ ദൈവം അത് നമ്മൾ ചെയ്യുന്നതൊക്കെ ചൊവ്വേ ചെയ്യണം എന്ന് എടുത്തു പറഞ്ഞു. സ്വഭാവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യയെക്കുറിച്ച് പെങ്ങളാന്ന് കള്ളം പറയേണ്ടതായി വന്നു. കറക്റ്റ് പോയത്. ഈ 2 പേരും, ഈ 2 സ്ത്രീകളും അന്യപുരുഷന്മാരുടെ കൂടെ താമസിക്കേണ്ടി വന്നു. പാരമ്പര്യമായിട്ട് വന്നതാണ്. ഇസഹാക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോയെന്നൊന്നും വിചാരിക്കണ്ട. ഇസഹാക്കിന് 2 മക്കളുണ്ടായതിൽ ഒരെണ്ണം മഹാ കളിപ്പീരുകാരനായിരുന്നു, യാക്കോബ്. അവൻ രക്ഷപ്പെട്ടെന്നും കണ്ട. ഇവന്മാരെല്ലാം അപ്പൻ്റെ അടുക്കൽ ഒറ്റയ്ക്ക് എന്ന് കള്ളമൊക്കെ പറഞ്ഞല്ലേ, ഓരോ കള്ളവും ഓരോ കാര്യങ്ങൾ അമ്മിച്ച് ചേർന്ന് പറഞ്ഞു. 2 ഇവൻ ചത്തുപോയി. കള്ളവും കൊണ്ട് തുടങ്ങിയാൽ പാരമ്പര്യമായി ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും. പാരമ്പര്യമായി പ്രശ്നം. ഇനി ഞാൻ ശാപങ്ങൾ വന്നു ചേരുന്ന 3 മെത്തേഡുകൾ പറയും.
ശാപകാരണങ്ങൾ അത് കഴിഞ്ഞ് പറയാം. ശാപകാരണങ്ങൾ ഞാനായി ഒരു ശാപകാരണം ഉണ്ടാക്കി വെച്ചാൽ മതി. സിമ്പിൾ. പാസ്റ്റർ കുഞ്ഞോട്ട് പിടിച്ച് 2 കല്ലം കൊടുത്താൽ മതി. ഇതെന്ത് വലിയടാ കാണിച്ച് ശാപം ഉണ്ടാകാൻ? കാര്യം ഷാജു പറഞ്ഞു പോയി തല്ലടാ, നിനക്ക് ശാപം കിട്ടണമെങ്കിൽ എന്തെങ്കിലും മെത്തേഡ് വേണ്ടേ? അതിന് പറഞ്ഞു വിട്ടതാ. അവനവൻ തന്നെ വരുത്തി വെക്കുന്ന ശാപം അതൊരുപാട് രീതിയിൽ വരുത്തി വെക്കാം. സെൽഫ് ഇൻവോക്ഡ് കേഴ്സ് തന്നെത്താൻ ഉണ്ടാക്കാം, വാക്കുകൊണ്ടുണ്ടാക്കാം. ഒരു സമയത്ത് എൻ്റെ കൈ വല്ലാതെ വിറയ്ക്കുമായിരുന്നു. അന്ന് എനിക്കൊരു 55-56 വയസ്സേ ഉള്ളൂ. ഒരു നല്ല ചർച്ച് പണിത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രശ്നമാണ്. വീടിനകത്തൂടെ പോലീസ് കയറി ഇറങ്ങിയ കാര്യം ഇന്ന് പാസ്റ്റർ ഒന്ന് തൊട്ടു. ഞാൻ ഓർക്കും, ഈ കട്ടിലിൻ്റെ കീഴെ വരെ ആരിച്ചു പെറുക്കി എമ്മയും പിള്ളേരും ഇവിടെ ആണെന്ന് അന്വേഷിച്ച സമയം ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മെൻ്റൽ ടെൻഷനുകൾ വന്നതോടുകൂടെ എൻ്റെ കൈ വിറയ്ക്കുന്ന പരുവമായി. ഒരു ചെക്കിന് ഞാൻ സൈൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1.5 ലക്ഷമോ ഏതാണ്ട് ഒരു ചെക്കാണ്. അതിന് ഞാൻ സൈൻ ചെയ്തു. ഇറ്റ് വാസ് 1991, 91 ഒരു ചെക്കിന് സൈൻ ചെയ്തു. എൻ്റെ പ്രായം ഉണ്ടെന്ന് ഓർമ്മയില്ല. 91 ബാങ്കിൽ ചെന്നപ്പോൾ ചെക്ക് റിജക്റ്റ് ചെയ്തു. സിഗ്നേച്ചർ മാച്ച് ചെയ്യുന്നില്ല. എനിക്കങ്ങ് അതിഭയങ്കര സങ്കടമായി. ഞാനൊരു ജൂനിയർ സയൻറ്റിസ്റ്റായിട്ട് റിസൈൻ ചെയ്തത്. എൻ്റെ ഒപ്പ് മാച്ച് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരു ഷെയിം വരെ വരാനില്ല. ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞു, എടാ എൻ്റെ ചെക്ക് ചർച്ചിൻ്റെ ചെക്കായതുകൊണ്ട് 2-3 പേരുണ്ട് സൈനിങ് അതോറിറ്റി. ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്താൽ മതി, ഞാൻ തന്നെ ചെയ്യണമെന്നില്ല. അവർ പറഞ്ഞു കാര്യമില്ല, ചെക്ക് വലിച്ചു തരിക, അടുത്ത ചെക്ക് സൈൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു നോ, ഞാൻ ചെയ്യത്തില്ല, വേറൊരാളിനെ കൊണ്ട് ചെയ്യര്. എൻ്റെ ചെക്ക് പോയി, എൻ്റെ സിഗ്നേച്ചർ പോയി, എൻ്റെ സൈനിങ് കപ്പാസിറ്റി പോയി. ഞാനും ഇനി 4ാം ക്ലാസ്സിൽ പഠിച്ചവനെ പോലെ കൈ പതിക്കേണ്ടി വരും. ഇതിങ്ങനെ പരഞ്ഞുകൊണ്ട് നടന്നു. ഒരു ശകലം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഡാഡി നിർത്തുന്നു, ഡോണ്ട് ഇൻവോക്ക് കേഴ്സ് ഓൺ യു, ഡോണ്ട് ഇൻവോക്ക് കേഴ്സ് ഓൺ യു. ശാപം വരുത്തി വെക്കാതെ സ്വന്തം നാക്കുകൊണ്ട്. ഡാഡിക്ക് അത്ര പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് തോന്നുന്നെങ്കിൽ ആ ബാങ്ക് മാനേജറെ വിളിച്ച് ഡാഡി തന്നെ സംസാരിക്കുക. ഇല്ലേ ചെക്ക് തന്നെ ഞാൻ മാറ്റിക്കൊണ്ടുവരാം. മാനേജറെ കണ്ട് സംസാരിക്കുമ്പോൾ അത് തീരുന്നതേ ഉള്ളൂ, അതിനേക്കാൾ കവിഞ്ഞില്ല. അല്ലെങ്കിൽ ചെക്ക് വലിച്ചേരിക്കളഞ്ഞ് വേറെ ചെക്ക് സൈൻ ചെയ്തോട്. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ വേറെ ചെക്ക് സൈൻ ചെയ്തില്ല. ഡാഡി ഈ ചെക്ക് ഞാൻ ചെയ്യിച്ചോളാം, ഡോണ്ട് വറി, ഞാൻ ബാങ്ക് മാനേജറെ പോയി കണ്ടോളാം. കൊച്ചി ചേർക്കണം, എന്നാലും മാനേജർ സമ്മതിക്കും. ഞങ്ങളെ പേഴ്സണലി അറിയാം, അതുകൊണ്ട് സമ്മതിക്കും. അന്ന് വാക്കുകൊണ്ട് ശാപം ഉണ്ടാക്കി വെക്കാം. അധികാരികളുടെ വാക്കുകൊണ്ട് ശാപം ഉണ്ടാകാം. അധികാരികളുടെ വാക്ക്. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, 6 പോയവൻ 100 പ്രാകിയാൽ 6 പറ്റുമെന്ന്. കേട്ടിട്ടുണ്ടായിരിക്കാം. അധികാരികളുടെ വാക്ക് ശാപം കൊണ്ടുവരും. കാരണം കൂടാത്തതല്ല, കാരണം ഉണ്ടെങ്കിൽ ശാപം കൊണ്ടുവരും. ഇങ്ങനെ അവനവൻ തന്നെ വരുത്തി വെക്കുന്ന ശാപമുണ്ട്. 2, കൂട്ടാളിയിൽ നിന്ന് വരുന്ന ശാപം. അതിനെ പാർട്ട്ണർഷിപ്പ് കേഴ്സ് എന്ന് വിളിക്കും. ഞാൻ വിവാഹിതനാണ്, എൻ്റെ ഭാര്യ ശപിക്കപ്പെട്ടവളും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാണെങ്കിൽ ഞങ്ങളൊരു കുടുംബമാകുന്നതോടെ 2 പേരും കൂടെ അനുഗ്രഹവും ശാപവും പങ്കുവെക്കും. എൻ്റെ കൂട്ടാളിയുടെ ശാപം എൻ്റെ മേൽ കൂടെ വരും. ഞാനൊരു ശപിക്കപ്പെട്ടവനും എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടവളുമായിരുന്നെങ്കിൽ വീണ്ടും ഞങ്ങളിത് പങ്കുവെക്കും. 2ൽ ഒരാൾ ശപിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശാപം പങ്കുവെക്കും. ഇതിനെ പാർട്ട്ണർഷിപ്പ് കേഴ്സ് എന്ന് വിളിക്കും. ഇതുകൊണ്ടാണ് അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത് മാരേജ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നതെങ്കിലും എല്ലാ പാർട്ട്ണർഷിപ്പും, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നതാണ്. എനിക്ക് ബാംഗ്ലൂരിൽ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിന് സാമാന്യം നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ കുടുംബം മുഴുവൻ അന്യാധീനമായി പോയി. അവിടെ ഒരു മോൾ ഇപ്പോൾ ചർച്ചിലുണ്ട്, ബാക്കി ഏതെങ്കിലും അങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. എല്ലാം അന്യാധീനമായി. ഇയാൾക്കൊരു സാമാന്യം നല്ല വർക്ക്ഷോപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെയല്ല 4-5 പാർട്ട്നേഴ്സ് ചേർന്ന് പാർട്ട്ണർഷിപ്പിലാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, വർക്ക്ഷോപ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവന് വർക്ക്ഷോപ്പിൽ പ്രാർത്ഥിക്കാൻ ചെന്നോ പറഞ്ഞു, ഈ വർക്ക് ഏരിയയിൽ വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ എൻ്റെ അകത്ത് എന്തോ ഒരു ഭയങ്കര നിർബന്ധം, ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി പ്രാർത്ഥിക്കണം. നമ്മുടെ ചർച്ചിൻ്റെ മെമ്പറല്ല, എങ്ങാണ്ടെന്ന് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ദാറ്റ്സ് ഓൾ. സിലോൺ ബന്ധക്കോസ് മിഷൻകാരനാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ എന്തോ ബ്രദറിൻ്റെ ഓഫീസിൽ കയറി പ്രാർത്ഥിക്കണമെന്നൊരു ഭയങ്കര ഇല്ല പാസ്റ്റേ, അവിടെയല്ല, എനിക്കിവിടെ വർക്ക്ഷോപ്പിലാണ് വേണ്ടി. ഞാൻ പറഞ്ഞു, ബ്രദറെ ഏതെങ്കിലും ഞാനെല്ലാം ഓഫീസിൽ ഒന്ന് കാണട്ടെ, അതിനകത്തൊന്ന് പ്രാർത്ഥിച്ചേ ചാട്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് ഒത്തിരി എണ്ണത്തിൻ്റെ പടം. ഞാൻ ചോദിച്ചു, ബ്രദറെ ഇതൊക്കെ ഞങ്ങൾ പല പാർട്ട്നേഴ്സല്ലേ, അതുകൊണ്ടല്ലേ പാസ്റ്ററോടെ വരണ്ടെന്ന് പറഞ്ഞ വർഷമുണ്ട്. തൽക്കാലം ഞാനങ്ങ് പോവുക, എന്നെ വിളിച്ചാരോടും പറയും, ബ്രിങ് ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ് വിച്ച് യു വിൽ ഷെയർ. അതുകൊണ്ട്
ശപിക്കപ്പെട്ടവനുമായുള്ള പാർട്ട്ണർഷിപ്പ് പാടില്ല. 3, ഒരു കുടുംബം, ഞാനും ഭാര്യയും കൂടെ ഉണ്ടാക്കി വെച്ചതാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആരോ ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊരു ഫാമിലിയിലായാലും ആ ഫാമിലിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം കാണും. അതിനെ ജനറേഷണൽ കേഴ്സ് എന്ന് വിളിക്കുന്നതാണെങ്കിൽ ആ ചർച്ചിൽ നിന്ന് വരുന്നവരുടെ മേലൊരു ശാപമുണ്ട്. ഞാൻ തിരുവല്ലയിലാണ് നിൽക്കുന്നത്, തിരുവല്ലയ്ക്ക് അടുക്കൽ. നമ്മുടെ വീശുവലയത്തിനകത്ത് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു 7-8 കിലോമീറ്റർ, ഇവിടുന്ന് വരുമ്പോൾ 8 കിലോമീറ്ററും കാണത്തില്ല, 5-6 കിലോമീറ്ററിനകത്ത് ഒരു ചർച്ച്, ഞാനൊന്നും എടുത്തു പറയത്തില്ല. അവിടുത്തെ ഒരു സഹോദരൻ കുവൈറ്റിലുണ്ടായിരുന്നു. ഒരിക്കൽ കുവൈറ്റിൽ രോഗമാണ്, പിള്ളേരുടെ ത്വക്കൊക്കെ ഇങ്ങനെ അളിഞ്ഞിരിക്കുക, നാറിയിട്ട് വീട്ടിൽ കയറത്തില്ല. ഒരുപാട് ചികിത്സിച്ച് ഒരു രക്ഷയില്ല, ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, ഒരു രക്ഷയില്ല. എമേവറീസിന് അവിടം വരെ ഒന്ന് വരാമോ, ഇതുപോലൊരു കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ സമയത്താണ്, എൻ്റെ വീട്ടിലൊന്ന് വരാമോ, പ്രാർത്ഥിക്കാമോ. ഞാൻ ചെന്നിട്ട് എനിക്കും ഭയങ്കര നാറ്റമൊന്ന് മാത്രമല്ല, പിള്ളേർ ഭയങ്കര ലവിഞ്ഞു. ആരെങ്കിലും ചെന്ന ഇവന്മാർ വന്ന് തലയിലങ്ങ് കയറും. ചുരുക്കി പറഞ്ഞാൽ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് മൊത്തം തീരും, ചലവും ചോരയും കൂടി ഇത് മൊത്തമാവും. ഇങ്ങനെ 1-2 ഉപദേശിമാർക്ക് അബദ്ധ കളി. നല്ലൊരു മോനെ ഇതെല്ലാം. ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് ഏതൊക്കെ ചർച്ചുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്? അദ്ദേഹത്തിൻ്റെ ബേസ് ചർച്ച് പുനലൂരാണ്, പക്ഷേ ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്. അതിനെ തുടർന്ന് ഇവിടെ ഒരു ചർച്ചിൽ വരാറുണ്ട്. ചോദിച്ചൊക്കെ ഒത്തിരി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിന് പല മാസികകൾക്ക് വേണ്ടി എഴുതും, പക്ഷേ ആ ഗതികെട്ടവൻ്റെ കൈയക്ഷരം തീരുപാടി ഞങ്ങൾ 2-3 പേര് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, ഒത്തിട മോനെ ഒത്തു, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കുകയില്ല. ഈ പിള്ളേർ ഇങ്ങനെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊരു പരിഹാരമില്ല. നീ ദൈവസ്ഥലത്തിൽ വീണ് കിടന്ന് തമ്പുരാൻ ക്ഷമിച്ചെങ്കിലായി. കുറച്ച് നാൾ കഴിഞ്ഞ് പിള്ളേരുണ്ട്, 2-നും ഇതേ രോഗം. കൂടുതൽ മെനക്കെടാതെ ഞാൻ ചോദിച്ചു, ഇന്ന ചർച്ചുമായി വല്ല ബന്ധമുണ്ടെന്ന് ചോദിച്ചു. ഉണ്ട്, ഞാൻ അവിടുത്തെ ആളാണ്. നീയും ഈ പാസ്റ്ററെ സഹായിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ശരിയാകില്ല, എന്നെക്കൊണ്ട് ഒക്കുന്നതല്ല, അതതിനപ്പുറത്ത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടത്തില്ല. അയാൾ ചാകുന്നത് വരെ ആ പിള്ളേർ നേരെയായിട്ടില്ല. അയാൾ മരിച്ചു, അതിനുശേഷം ആ പിള്ളേർ നേരെയായി. ആ പിള്ളേരെന്ന് ഞാൻ പറയുന്നത് ഇപ്പം 30ഓളം വയസ്സ് കാണും. ഇപ്പം 30ഓളം വയസ്സ് കാണുമ്പോൾ പിള്ളേർക്ക് ഈ പ്രായത്തിലാണ് അവരുടെ ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടുന്നത്. മറ്റേതാണ്